ശ്രുതികട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉടമ്പടി ദൈവസാന്നിധ്യത്തെ ലളിതമായി അല്ലെങ്കിൽ വേഗത്തിൽ സംലഭ്യമാക്കുന്ന ഒരു കൂദാശ അനുകരണമാണെന്ന് പറയാം. സഭയിലെ സക്രമെൻറ്റ്സ് ഉണ്ടാവും, അതുപോലെ തന്നെ കൂദാശ അനുകരണങ്ങളുണ്ടാകും. യേശുവിനെ സംലഭ്യമാക്കുന്ന, ദൃശ്യവൽക്കരിക്കുന്ന എല്ലാ ആചാര അനുഷ്ഠാന രൂപങ്ങളും രണ്ടായിട്ട് തിരിക്കാം. ഒന്ന് കൂദാശ, രണ്ടാമത് അർത്ഥകൂദാശ. കാണപ്പെടാത്ത ദൈവത്തിൻ്റെ വരപ്രസാദം നമുക്ക് ലഭിക്കാൻ ഈശോമിശിഹാ സ്ഥാപിച്ച കാണപ്പെടുന്ന അടയാളമാണ് കൂദാശ. നമുക്കറിയാം, അർത്ഥകൂദാശയും ഏതാണ്ട് അത് തന്നെയാണ്. ഉടമ്പടിയിലും സംഭവിക്കുന്നത് അത് തന്നെയാണ്. കാണപ്പെടാത്ത ദൈവത്തിൻ്റെ വരപ്രസാദം എന്ന് പറഞ്ഞാൽ വ്യത്യസ്തങ്ങളായ വരപ്രസാദമാണ്. അതിൻ്റെ അകത്ത് ഫിസിക്കൽ ബ്ലെസ്സിങ്സ് ഉണ്ട്, സ്പിരിച്വൽ ബ്ലെസ്സിങ്സ് ഉണ്ട്. ഇപ്പം യാക്കോബിന് ദൈവം കൊടുത്തത് ഫിസിക്കാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി. നമ്മുടെ ശരീരം ഈ ഭൂമിയിലായിരിക്കുമ്പോൾ അത് നിലനിർത്തുകയും വളരുകയും സുരക്ഷിതമായി സൂക്ഷിക്കുകയും ചെയ്യാനുള്ള കുറേ സംവിധാനങ്ങൾ വേണം. ഇത് വേണം, ആഹാരം വേണം, അല്ലേ? ആൾക്കാർ ക്ഷീണിക്കണ കണ്ടു കഴിഞ്ഞാൽ നീ എന്നാ ഒന്നും കഴിക്കണില്ലേ എന്ന് ചോദിക്കൂ, അല്ലേ? അപ്പം ആഹാരം വേണം. പിന്നെന്ത് വേണം? വസ്ത്രം വേണം. കാര്യം പട്ടികൾക്ക് വരെ മനുഷ്യൻ വസ്ത്രം ഇപ്പോൾ തയ്പ്പിച്ച് കൊടുക്കുന്നുണ്ട്, ഇല്ലേ? നമ്മൾ ചില യൂട്യൂബൊക്കെ കാണുമ്പോൾ ചില ആൾക്കാർ അവരുടെ വളർത്തു പട്ടികൾക്ക് വസ്ത്രം തയ്പ്പിച്ചിട്ട് കൊടുക്കും, പൂച്ചകൾക്കൊക്കെ. അപ്പോൾ ഒരു മാന്യതയുടെ പരിവേഷം മൃഗങ്ങൾക്ക് പോലും, അവരുടെ പെറ്റായിട്ടുള്ള മൃഗങ്ങൾക്ക് പോലും ചാർത്തി കൊടുക്കാൻ മനുഷ്യന് ഒരു അഭിവാഞ്ചയുണ്ട്. അപ്പോൾ മാന്യതയുടെ ഒരു പ്രതീകമാണ് വസ്ത്രങ്ങൾ. അത് മനുഷ്യന് അത് അടിസ്ഥാന ആവശ്യമാണ്. പിന്നെ എന്താ? വീട് വേണം, സുരക്ഷിതമായി ജീവിക്കാൻ അടച്ചുറപ്പുള്ള വീട് വേണം. ഇതിനു വേണ്ടിയാണ് നമ്മൾ ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്, അല്ലേ? അത് ബിസിനസ്സായാലും മറ്റു തരത്തിലുള്ള സർവീസ് സെക്ടറായാലും ഈ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ അങ്ങനെയുള്ള ആവശ്യങ്ങളെ അല്ലെങ്കിൽ അവലംബിക്കുന്നത്. നമ്മൾ പഠിക്കുന്നത് അതിനു വേണ്ടിയാണ്. വിദ്യാഭ്യാസം അതോടെ കണക്ട് ചെയ്തിരിക്കുകയാണ്. എന്തിനാണ് പഠിക്കണത്? ജോലി കിട്ടാൻ. ജോലി കിട്ടണത് എന്തിനാ? മാന്യമായിട്ട് ഇവിടെ ജീവിക്കാൻ, അല്ലെങ്കിൽ എല്ലാം ഇൻ്റർകണക്റ്റഡാണ്. അപ്പം നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളെയും മൂന്നായിട്ട് തിരിക്കണം ബൈബിള്. നിങ്ങൾ ഇന്ന് ഉടമ്പടിയിൽ ഉന്നയിക്കുന്ന എല്ലാ വിഷയങ്ങളെയും ബൈബിള് മൂന്നായിട്ട് തിരിക്കുക. അടിസ്ഥാന സൗകര്യങ്ങളും ആത്മീയ ആവശ്യങ്ങളും. ആത്മീയ ആവശ്യമെന്ന് പറയുന്നത് നിത്യത വരെ ദൈവ പൈതലായത് കാരണം നിൻ്റെ ആത്മാവ് ദൈവത്തിൻ്റെ അംശമായി നിന്നിൽ കുടികൊള്ളുന്ന കാരണം ദൈവത്തിൻ്റെ മഹത്വത്തെ ആഗിരണം ചെയ്തുകൊണ്ട് ഉപരിമഹത്വം പ്രാപിച്ച് ദൈവത്തെ അറിഞ്ഞ് സന്തോഷിക്കാനുള്ള നിത്യതയുടെ നിൻ്റെ സാധ്യത കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഉടമ്പടി ദൈവം ക്രമീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് പരിശുദ്ധ കുർബാന ഉടമ്പടിയുടെ അവസാന വാക്കായി മാറുന്നതിൻ്റെ കാരണം. പരിശുദ്ധ കുർബാനയും ഉടമ്പടിയാണ്. ഉടമ്പടി അല്ലാതെ ദൈവം ഒന്നും ചെയ്യത്തില്ല. കാര്യം ഉടമ്പടിയിൽ മാത്രമേ ദൈവവും നമ്മളും തമ്മിൽ പേഴ്സൺ ടു പേഴ്സൺ ഒരു ബൈലാറ്ററൽ എഗ്രിമെൻറ്റിലേക്ക്, ഒരു റിലേഷനിലേക്കും അത് ശാശ്വതമായ ഒരു ബന്ധത്തിലേക്ക് വരത്തുള്ള. പ്രാർത്ഥിക്കുക, കർത്താവ് ദൈവമേ
ഉടമ്പടി എന്ന ദൈവികമായ സുവിശേഷ വെളിപാട് പദ്ധതിയിലൂടെ ഞാനും നീയും തമ്മിലെ അടുത്തു വരികയും ഒരുമിച്ച് ജീവിക്കുകയും ചെയ്യുന്ന ഈ മഹാസംഭവത്തിന്റെ ഭാഗമാകാൻ എന്നെ വിളിച്ചതിന് അതിന്റെ അനുദിന ജീവിതത്തിന്റെ ഭാഗമാക്കിയ മരിയൻ ഉടമ്പടിയെ ഓർത്തോ അങ്ങേ സ്തുതിക്കുന്നു, അങ്ങേ നന്ദി പറയുന്നു, അങ്ങേ ആരാധിക്കുന്നു. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. സ്തുതിക്കട്ടെ. യാക്കോബ് 28:20-21 വായിച്ചോളൂ. ദൈവമായ കർത്താവ് എന്റെ കൂടെ ഉണ്ടായിരിക്കുകയും പറഞ്ഞ ദൈവമായ കർത്താവ് എന്റെ കൂടെ ഉണ്ടായിരിക്കുകയും ഈ യാത്രയിൽ എന്നെ സംരക്ഷിക്കുകയും എനിക്ക് ഉണ്ണാനും ഉടുക്കാനും തരുകയും എന്റെ പിതാവിന്റെ വീട്ടിലേക്ക് സമാധാനത്തോടെ ഞാൻ തിരിച്ചെത്തുകയും ചെയ്താൽ കർത്താവായിരിക്കും എന്റെ ദൈവം. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ ആരാധന. Hallelujah. Hallelujah. Praise the Lord. Praise the Lord. അപ്പോഴേ ഉടമ്പടിയുടെ കണ്ടില്ലേ, ഉടമ്പടി കണ്ടന്റ് കണ്ടില്ലേ? നമ്മൾ ഇന്ന് ഈ ആൾക്കാരെല്ലാം ഈ സാക്ഷ്യം പറയുന്നതിൻ്റെ കാരണം എന്താണ്? ഇതിൻ്റെ ബേസിക് എന്ന് പറയുന്നത് എന്താണ്? ഒന്ന്, ദൈവത്തിൻ്റെ സാന്നിധ്യം. എൻ്റെ യാത്രയിലെ യാത്ര എവിടെ അവസാനിക്കുന്നു? നിത്യത്തിലാണ് അവസാനിക്കുന്നത്, ഉറപ്പല്ലേ? അല്ലേ? യാത്ര എവിടെ അവസാനിക്കണം? നമ്മുടെ വിശ്വാസ യാത്ര എവിടെ അവസാനിക്കും? നിത്യത്തിൽ അവസാനിക്കണം. അതുകൊണ്ടാണ് യാക്കോബ് പറയുന്നത്, ഈ യാത്രയിൽ എൻ്റെ കൂടെ ഉണ്ടാകണം, നിത്യത വരെ എൻ്റെ കൂടെ ഉണ്ടാകണം. ഒന്ന് കൈയടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞേ. ദൈവത്തിൻ്റെ സാന്നിധ്യം, അതായത് ഉടമ്പടിയാണ് ദൈവസാന്നിധ്യം ഏറ്റവും കൂടുതൽ നമുക്ക് ദൃശ്യവൽക്കരിക്കുന്നത്. നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾക്ക് വരെ അനുഭവവേദ്യമാക്കുന്നത് ദൈവത്തിൻ്റെ സാന്നിധ്യം. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലെ അമീഷ എന്നും പറഞ്ഞൊരു പെൺകുട്ടി ഒരു സാക്ഷ്യം പറഞ്ഞു. അതുപോലെ അലീഷ എന്നും പറഞ്ഞ് വേറെ രണ്ടും പേരൊക്കെ സെയിമാണ്, വ്യത്യാസം. ആ അമീഷ പറഞ്ഞ സാക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ മൊബൈൽ കാണാതെ പോയി അല്ലേ. അപ്പോൾ അവർക്ക് ഡൗട്ട് തോന്നി. അപ്പോൾ അവർ ബംഗാളികളുടെ കോളനിയിലേക്ക് പോയെന്നാണ് പറയണത്. അവർക്ക് ഡൗട്ട് തോന്നിയിട്ട് അവരുടെ ആ സാഹചര്യത്തിൻ്റെ സിറ്റുവേഷൻ തെളിവ്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവർക്ക് മുല്ലപ്പൂവിൻ്റെ മണമുണ്ടായിരുന്നു. ആ സാക്ഷ്യം കേട്ടില്ല നിങ്ങൾ? ആ സാക്ഷ്യം കേട്ടപ്പോൾ എനിക്കെന്താ മനസ്സിലായെന്നറിയാവോ? എന്നിട്ട് അവർ പറയുന്ന 400 പേരുണ്ടല്ലോ ഇവിടെ, ആ കോളനിയിൽ 400 പേരുണ്ട്, അതിൽ ആരാണ് എടുത്തതെന്ന് എങ്ങനെ അറിയാം? അതുകൊണ്ട് ഒരു തിരിച്ചറിവ് പരേഡ് വെക്കാൻ നോക്കി. അതിൻ്റെ അകത്ത് ഒരു പരിചയമുള്ള ബംഗാളിയെ പിടിച്ചിട്ട് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഇവരാണെന്ന് ചോദിച്ചുകൊണ്ട് ഓരോ ആൾക്കാരെ കൊണ്ടുവന്ന്. അപ്പോൾ യഥാർത്ഥ വ്യക്തി വന്നപ്പോൾ വീണ്ടും മുല്ലപ്പൂവിൻ്റെ സ്മെല്ല് വന്നു. അപ്പം നമുക്ക് കേൾക്കുമ്പോൾ സർക്കാസ്റ്റിക്കായിട്ട് തോന്നും. ഇത് സർക്കാസ്റ്റിക്കായിട്ട് തോന്നി, വ്യത്യസ്തമായ കാര്യം. നമ്മുടെ അനുഭവ തലത്തിൽ ഇതുവരെ കിട്ടാത്ത പല അനുഭവങ്ങളാണ് ആൾക്കാരുടെ. അവർ ഇതിന് ശരിക്കും ഉടമ്പടി എടുക്കുന്ന ചിലർ 10% ഇൻവെസ്റ്റ് ചെയ്യും അതിൻ്റെ അകത്ത്. എന്നുവെച്ചാൽ അവർ ഇടം വലം നോക്കാത്ത രീതിയിൽ അതിൽ ഇടം വലം നോക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പറഞ്ഞാൽ കേട്ട് ഇവർ പറഞ്ഞാൽ കേട്ട് അങ്ങനെയൊന്നും പോകാതെ ഉടമ്പടി എടുക്കുമ്പോൾ തന്നെ അവർക്ക് ആന്തരികമായൊരു ബോധ്യം കിട്ടും. അതുകൊണ്ട് ആ ബോധ്യത്തിൽ അവർ ഉറച്ചു നിൽക്കും അതിൻ്റെ അകത്ത്. അപ്പോൾ ചില ആൾക്കാർക്ക് അങ്ങനെ ഒരു ഗുണമുണ്ട്. ചില ആൾക്കാർ ഇവിടുന്ന് ഇറങ്ങി വീട്ടിൽ ചെല്ലുമ്പോൾ നാത്തൂൻ അത് പറഞ്ഞു, അല്ലെങ്കിൽ അയൽവാസി അത് പറഞ്ഞു, അല്ലെങ്കിൽ കൂട്ടുകാരത് പറഞ്ഞു, നിങ്ങൾ ഉടമ്പടിയിൽ ഡൗൺ ആവും. അതാണ് നിങ്ങൾക്ക് ചിലർക്ക് പറ്റുന്ന ഒരു അബദ്ധം. അതാണ് അവർ ഇടം വരെ നോക്കും, എന്നിട്ട് മറ്റുള്ളവരുടെ വാക്കിന് ദൈവവാക്കിനേക്കാളും വില കൊടുക്കും. അത് ഒരു അപകടമാണ്, ഡേഞ്ചറസ് ആണത്. നിങ്ങളെപ്പോഴും ശ്രദ്ധിക്കണം. അതായത് ദൈവത്തിൻ്റെ ഒരു പ്രത്യേകത, എത്ര കാലം കഴിഞ്ഞാലും ദൈവം പറഞ്ഞ വാക്കുകളോട്
ദൈവം നീതി പുലർത്തിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ ഗലാത്യ ലേഖനം 3:15 വായിച്ച് ശ്രുതികടെ ഹല്ലേലൂയ. ഗലാത്യർ 3:15. സഹോദരരെ, പറഞ്ഞ സഹോദരങ്ങളെ, മനുഷ്യ സാധാരണമായ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഒരുവന്റെ ഉടമ്പടി ഒരിക്കൽ സ്ഥിരീകരിച്ചതിന് ശേഷം ആരും അത് അസാധുവാക്കുകയോ അതിൽ എന്തെങ്കിലും കൂട്ടിച്ചേർക്കുകയോ ചെയ്യാറില്ല. അപ്പോൾ ആദ്യകാലത്തെ ദൈവത്തിൻ്റെ ആദ്യകാലം ഉടമ്പടിയെക്കുറിച്ച് പറഞ്ഞ കാര്യം എന്താണ്? യാക്കോബ് ശ്ലീഹ എന്താ പറഞ്ഞത്? യാക്കോബ് ശ്ലീഹ അല്ല, പഴയ നിയമത്തിലെ യാക്കോബ്, പിതാവായ യാക്കോബ്. അതായത് എനിക്ക് ഉണ്ണാനോ ഉടുക്കാനും എൻ്റെ അപ്പൻ്റെ ഭവനത്തിലേക്ക് തിരിച്ചു പോകാനും ഇടയാക്കിയാൽ, എൻ്റെ യാത്രയെല്ലാം നീ എന്നെ കൂടെ നടന്ന് സംരക്ഷിച്ചാൽ നീ തന്നെയായിരിക്കും എൻ്റെ ദൈവം. അപ്പോൾ യാക്കോബിനോട് ആ ഉടമ്പടി ദൈവം സ്ഥിരീകരിച്ച് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് 1000 വർഷം കഴിഞ്ഞാലും ഉടമ്പടിയുടെ ഭാഗമായിട്ട് അത് റദ്ദ് ചെയ്യുകയോ കൂട്ടിച്ചേർക്കുകയില്ല. ആ ഉടമ്പടി അതേ രീതിയിൽ തന്നെ ഇപ്പോഴും നിലനിൽക്കുകയാണ്. കാരണം ദൈവത്തിന് മാറ്റമില്ലാത്തതുപോലെ. പ്രൈസ് ദി ലോർഡ്. അപ്പോഴേ ദൈവം തൻ്റെ വാഗ്ദാനങ്ങളോട് നിയമാവർത്തനം 7:9 എന്താ പറയണത്? വിശ്വസ്തനായിരിക്കും. അപ്പോൾ ദൈവവചനത്തോട് ദൈവം വിശ്വസ്തനായിരിക്കും. പിടിയിട്ടില്ലേ? ദൈവവചനത്തോട് ഉടമ്പടി എടുത്ത എല്ലാവരും അറിയണം ഇത്. ദൈവം തൻ്റെ വചനത്തോട് വിശ്വസ്തനായിരിക്കും. അപ്പോൾ നമ്മളുടെ ഭാഗത്ത് നിന്ന് എന്താ വേണ്ടത്? അതേ വിശ്വസ്തതയാണ് വേണ്ടത്. പക്ഷെ നമ്മൾക്ക് എവിടെയാണ് സംഭവിച്ചിരിക്കുന്നത്? നമ്മൾ ഉടമ്പടി എടുത്ത് മൂവ് ചെയ്ത് കഴിയുമ്പോൾ 2 ദിവസം കഴിയുമ്പോൾ നമ്മളെ എന്തെങ്കിലുമൊക്കെ ഇൻസിഡൻറ്റ് വന്ന് ചെറിയ രോഗമോ അല്ലെങ്കിൽ മുമ്പത്തെ കാര്യങ്ങളോ വഷളായി പോവുകയൊക്കെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ വിശ്വസ്തത പോയിട്ട് നമ്മൾക്ക് ഇങ്ങനെ ഒരു വല്ലാത്ത ഭയവും, അതുപോലെ തന്നെ അതനുസരിച്ചിട്ട് പ്രാർത്ഥനയിൽ മാന്യവും, അതനുസരിച്ച് പരസ്നേഹ പ്രവർത്തികളിലൊക്കെ ഈടറവൊക്കെ സംഭവിച്ചിട്ട് നമ്മൾ പതുക്കെ തെന്നി മാറും വിശ്വസ്തതയിൽ നിന്ന്. അപ്പം നമ്മൾ വിശ്വസ്തതയും തെന്നി മാറിയാലും ഓർക്കേണ്ട ഇതാണ് 1 തിമോത്തി 2:13 എന്താണ്? കർത്താവ്, നമ്മൾ അവിശ്വസ്തരായിരുന്നാലും കർത്താവ്, ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രുതികടെ ഹല്ലേലൂയ. അതെന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ ഈ ദിവസങ്ങളിലൊരു സാക്ഷ്യമുണ്ട്, നല്ലൊരു സാക്ഷ്യമാണ്. ബേബി കുര്യൻ കാസർഗോഡ്. അപ്പോൾ അദ്ദേഹം ഉടമ്പടി എടുത്തത്, അദ്ദേഹം വൈഫും കൂടി വന്ന ഉടമ്പടി എടുത്തത്. അപ്പോൾ അദ്ദേഹം എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ ഇവിടെ വന്നിട്ട് വൈഫിനെ കൊണ്ട് ഉടമ്പടി എടുപ്പിച്ചു. അതിന് അദ്ദേഹം കാരണങ്ങൾ പറയുന്നുണ്ട്. എന്താ കാര്യം? ഞാൻ കച്ചവടക്കാരനാണ്, ഞാൻ ചിലപ്പോൾ കച്ചവടത്തിൽ കള്ളം പറയാതെ കച്ചവടം ചെയ്യാൻ പറ്റത്തില്ല. പാവപ്പെട്ട ശുദ്ധഗതിക്കെല്ലാം പറയുന്നുണ്ട്. ഞാൻ ഡൽഹിയിലെ സാധനം നാട്ടിൽ നിന്ന് സാധനം വാങ്ങിച്ചിട്ട് ഡൽഹിയിൽ നിന്ന് കൊണ്ടുവന്നാണെന്ന് പറയും. അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എന്നോട് എഡിറ്റർ ചോദിച്ച് അതൊക്കെ കട്ട് ചെയ്ത് കളയണ്ടേ? ഞാൻ പറഞ്ഞു അയാൾ പറഞ്ഞതല്ലേ, കിടക്കട്ടെ. കാര്യം ആൾക്കാരറിയണ്ടേ? കാര്യം അദ്ദേഹം പറഞ്ഞ സംഭവമല്ലേ. അപ്പോൾ എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ, അപ്പോൾ അദ്ദേഹം പറഞ്ഞു അതുകൊണ്ട് എൻ്റെ കുറച്ച് കള്ളത്തരമൊക്കെ ഉള്ള കാരണം ഞാൻ ഉടമ്പടി ചെയ്യുന്നില്ല, അതുകൊണ്ട് വൈഫ് എടുക്കട്ടെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രശ്നം എന്താ? അതിൻ്റെ പ്രശ്നം അദ്ദേഹത്തിന് 1,15 ലക്ഷം രൂപ കടമുണ്ട്. കടം മര്യാദക്ക് കച്ചവടം ചെയ്ത് അവിടെ നിലവണ്ണം വേര് പിടിച്ചു വന്ന ആളാണ്. അവിടെ കാസർഗോഡ് ടൗണിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ഹാർഡ്വെയർ സ്റ്റോർ ഉള്ളതാണ്. നിങ്ങൾ കാസർഗോഡുകാർ ഇവിടെ ഉണ്ടെങ്കിൽ അറിയാൻ പറ്റും അയാൾ. അപ്പോൾ അതിന് സാക്ഷ്യപ്പെട്ടിട്ടുണ്ട്. അതെന്താ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹം പറഞ്ഞത് ആ ഹാർഡ്വെയർ കട നടത്തുന്നതിൻ്റെ ആ ഒരു പ്രമിസിൽ ഒരു ഇരട്ട കൊലപാതകം നടന്ന്, അത് ഭയങ്കര കേരളത്തിലൊക്കെ ചർച്ച ചെയ്ത കൊലപാതകമാണ്. ഒരു ദിവസം 2 പേരെ കൊന്നു. അപ്പോൾ അതിപ്പോൾ പോലീസിനെ സംബന്ധിച്ചിടത്തോളം വേറെ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആൾക്കാരെന്താ ചെയ്യണത്? ആൾക്കാർ അപ്പം തന്നെ ഒരുമാതിരിപ്പെട്ട ആൾക്കാരൊക്കെ രാജ്യം വിട്ടു പോകും. കാര്യം പിടിച്ചാൽ എല്ലാത്തിനും പിടിച്ചാൽ ജയിലിലിടില്ല. യഥാർത്ഥ പ്രതിയെ കിട്ടുന്നവരെ കാണുന്നവരെ പിടിച്ച് അവർ ജയിലിൽ നിറച്ചുകൊണ്ടിരിക്കും. എന്നിട്ടല്ലേ അവരെ തിരഞ്ഞെടുത്ത് തെളിവ് നോക്കി എടുക്കണത്. അപ്പോൾ ഇങ്ങനെ പിടിച്ചുകൊണ്ട് പോയി.
അങ്ങനെ അതിനോട് ഒരു ബന്ധമില്ല. പക്ഷെ അങ്ങനെ പിടിച്ചുകൊണ്ട് പോയി ജയിലിലിട്ട്. ഇപ്പോൾ ഒരു മനുഷ്യനെ തകർച്ച തന്നെ വരവ് കണ്ടില്ലേ? എനിക്ക് തോന്നുന്നത് എന്താ മക്കളെ, ഈ ഉടമ്പടിയിലായിരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു പ്രത്യേകത പ്രൊട്ടക്ഷൻ ഒരു ഭയങ്കര സംഭവമാണ്. ദൈവമായ കർത്താവ് എൻ്റെ കൂടെ ഉണ്ടായിരിക്കുകയും, ഒന്ന് പറഞ്ഞ, ദൈവമായ കർത്താവ് എൻ്റെ കൂടെ ഉണ്ടായിരിക്കുകയും ഈ യാത്രയിൽ എന്നെ സംരക്ഷിക്കുകയും എനിക്ക് ഉണ്ണാനും ഉടുക്കാനും തരുകയും എന്റെ പിതാവിന്റെ വീട്ടിലേക്ക് സമാധാനത്തോടെ ഞാൻ തിരിച്ചെത്തുകയും ചെയ്താൽ കർത്താവായിരിക്കും എന്റെ ദൈവം. അപ്പൊ യാത്രയിൽ കൂടെ ഉണ്ടായാൽ മാത്രം പോരാ, പിന്നെ എന്ത് ചെയ്യണം? സംരക്ഷിക്കണം. ദ പ്രസൻസ് ഓഫ് ഗോഡ് പ്രൊട്ടക്ഷനാണ് നമുക്ക് നൽകണത്. ഉടമ്പടിയുടെ മഹാവാഗ്ദാനങ്ങളിൽ ഒന്നാണ് ദ പ്രസൻസ് ഓഫ് ഗോഡ്. നിങ്ങൾ എപ്പോഴും ചെയ്യണത് വീട്, ജോലി, വിവാഹം, PR, പ്രൊമോഷൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതിനങ്ങോട്ട് ന്യൂനീകരിച്ച് കളയും. അപ്പോൾ യഥാർത്ഥ മത്സ്യം ചാടിപ്പോവും. മനസ്സിലായില്ലേ? ചെറുമീനെ പിടിക്കാൻ നേരത്ത് വലിയ മീൻ ചാടിപ്പോവും. അതാണ് പല ആൾക്കാർക്ക് സംഭവിച്ചിരിക്കുന്നത് ഉടമ്പടിയിൽ. അപ്പോൾ എൻ്റെ സഹോദരങ്ങൾ വലിയ മീനെ തന്നെ ആദ്യം ടാർഗറ്റ് ചെയ്യണം. ഉടമ്പടിയിൽ വലിയ മീൻ എന്താ? ദ പ്രസൻസ് ഓഫ് ഗോഡ്. സാന്നിധ്യവും സംരക്ഷണവും. ഇപ്പോൾ ഈ ചേട്ടായിക്ക് എന്നാ സംഭവിച്ചത്? ബേബി കുര്യൻ എന്താ സംഭവിച്ചത്? സംരക്ഷണം പോയി ഇല്ലേ? കണ്ടവൻ്റെ അതുകൊണ്ട് വേറെ കൊലപാതകത്തിന് ഈ മനുഷ്യൻ ജയിലിൽ പോയി. എല്ലാവരും സംരക്ഷണം പോയെന്നർത്ഥം. അപ്പോൾ സംരക്ഷണം ഒരു ഭയങ്കര സീരിയസ് വിഷയമാണ്. നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് യാക്കോബിൻ്റെ പ്രാർത്ഥന തന്നെയാണ് മെച്ചം. എന്നെ സംരക്ഷിക്കണമെന്ന് പറഞ്ഞില്ലേ? ഞാൻ ഒറ്റയാണ്, എന്നെ സംരക്ഷിക്കണം ഈ യാത്രയിൽ. ഒന്ന് പറഞ്ഞേ, എന്നെ സംരക്ഷിക്കണമേ, എൻ്റെ ഉടമ്പടിയുടെ ദൈവമേ, എൻ്റെ അമ്മയായ പരിശുദ്ധ മറിയത്തിന്റെ മാധ്യസ്ഥത്തിലെ ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്റെയും എൻ്റെ ജീവിത സാഹചര്യങ്ങളെയും എൻ്റെ കുഞ്ഞുങ്ങളെയും എൻ്റെ കൂടപ്പിറപ്പുകളെയും സംരക്ഷിക്കണമേ ദൈവമേ. ശ്രുതികട ഹല്ലേലൂയ. സംരക്ഷണം നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് വേറെ വഴിയെ പോയ കൊലപാതകത്തിന് അദ്ദേഹം പ്രതിയാവുകയും ജയിലിൽ പോവുകയും ചെയ്യുന്നതിൻ്റെ ഒരു കാരണം. ഇത് നമ്മൾ വല്ലതും ചെയ്ത കാര്യമാണ്. വല്ലവരും ചെയ്ത കാര്യത്തിന് നമ്മൾ പ്രതികളായി ജയിലിൽ പോകുമ്പോൾ ദാറ്റ് മീൻസ് വി ലോസ്റ്റ് അവർ പ്രൊട്ടക്ഷൻ. എന്തുകൊണ്ടാണ് ഇങ്ങനെ പ്രൊട്ടക്ഷൻ പോകുന്നത്? എപ്പോഴും പ്രൊട്ടക്ഷൻ പോകുന്നത്, സംരക്ഷണം എന്തുകൊണ്ടാണ് പോകുന്നത്? സംരക്ഷണം പോകുന്നതിൻ്റെ കാരണം, അതായത് ദൈവം സംരക്ഷിക്കുന്നതായിട്ട് അറിഞ്ഞില്ല. ഇപ്പം സംരക്ഷിച്ചാൽ ചിലരെ സംരക്ഷിക്കും, പക്ഷേ ദേ ലീവ് ആസ് ഇഫ് ദേ നോ ദേ ഡോണ്ട് ഹാവ് ദ പ്രസൻസ്. അതായത് അവർക്ക് സംരക്ഷണമുണ്ട്, പക്ഷെ അവർക്ക് ഇങ്ങനെ ദൈവം സംരക്ഷിക്കുന്നുണ്ടോ എന്ന് അറിയത്തില്ല. അങ്ങനെ വെച്ച കുറച്ച് ആൾക്കാരുണ്ട്. അവർക്ക് സംരക്ഷണമുണ്ട്, പക്ഷെ ദൈവമാണ് അവരെ സംരക്ഷിക്കണമെന്ന് അവർക്ക് അറിയത്തില്ല. അവർ പറയും പാർട്ടിക്കാരാണ് ഞങ്ങളെ സംരക്ഷിക്കണമെന്ന് പറയും. അത് ഞങ്ങളുടെ കയ്യിലുള്ള ഗുണ്ടായുസമാണ് ഞങ്ങളെ സംരക്ഷിക്കുന്നത്. ചിലരും ഞങ്ങളുടെ കയ്യിലുള്ള FDയും ഞങ്ങളുടെ സ്വർണവും പറമ്പും പാർട്ടിയും പൊന്നും ഒക്കെ സംരക്ഷിക്കണം. നോൺസെൻസ്. ഒരിക്കലും അങ്ങനെ ദൈവത്തെ തള്ളിപ്പറയരുത്. അപ്പോഴും സംരക്ഷണം പോകും. അപ്പോൾ അദ്ദേഹം ബേബി കുര്യൻ പ്രതി അല്ലെന്ന് പോലീസ് തിരിച്ചറിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ജയിലിൽ നിന്ന് വിട്ടു. പക്ഷേ എന്താ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ, തൽക്കാലം അവരിൽ നിന്ന് രക്ഷപ്പെട്ടെങ്കിലും പിന്നീട് അവിടെ ഈ 144 കാര്യങ്ങളൊക്കെ പോലീസ് രാജായിപ്പോയില്ലേ. അപ്പോഴേ കസ്റ്റമേഴ്സൊന്നും വരണില്ല. കച്ചവടം അയാൾക്ക് മാത്രമല്ല, പല ആൾക്കാർക്കും കച്ചവടം പോയി. അയാൾക്ക് മാത്രമല്ല, പല ആൾക്കാർക്കും കച്ചവടം പോയി. ഈ മണി ഫ്ലോയിൽ കൊടുത്തും കൊണ്ടും മേടിച്ചൊക്കെ നിൽക്കുമ്പോൾ പെട്ടെന്നൊരു ബ്ലോക്ക് വന്നു കഴിഞ്ഞാൽ പലിശ അറിയാതെ കൊടുക്കും. അതിലെ കോവിഡിന് നമുക്ക് വന്ന അബദ്ധങ്ങൾ, അതില്ലേ കോവിഡിന് പല ആൾക്കാർക്കും വിഷമം വന്നതിൻ്റെ കാരണം എന്താ? ലോൺ എടുത്ത് ചെയ്യുന്ന ലോണിലല്ലേ നമ്മൾ എല്ലാവരും നിൽക്കണത്. ഇപ്പോൾ ലോൺ എടുത്ത് ചെയ്യുന്നവർ നമുക്ക് വരുമാനമില്ല, പലിശ കൂടുന്നു. പലിശ കൂടിയിട്ട് എന്ത് ചെയ്ത്? ഗവൺമെൻറ് സപ്പോർട്ട് ചെയ്തു. ഗവൺമെൻറ്, സെൻട്രൽ ഗവൺമെൻറ്റോ സ്റ്റേറ്റ് ഗവൺമെൻറ്
അവർ എന്ത് സപ്പോർട്ട് ചെയ്യും? അവരെ ലോക്സഭയിൽ തീരുമാനം എടുത്തിരിക്കണത് എന്താ? സപ്പോർട്ട് ചെയ്യേണ്ടെന്നാണ്. അതിലേ ജപ്തി പടപടാന്ന് ജപ്തി വരുന്നത്. കോവിഡ് കാലത്ത് ഗവൺമെൻറ് നമ്മൾ 8 ലക്ഷം കോടി രൂപ ഗവൺമെൻറ് കയ്യിലുണ്ടെന്ന് പറഞ്ഞ് ഒരു 4 ലക്ഷം കോടി കൊടുത്തിരുന്നെങ്കിൽ കടമില്ലാതെ മനുഷ്യൻ ജീവിച്ചു പോകത്തില്ലേ? ഇപ്പം എല്ലാവരും കിഡ്നി വരെ പണയം വെക്കുന്ന അവസ്ഥ വന്നില്ലേ? ഇപ്പം ബാങ്കുകാർ പറഞ്ഞ് ഞങ്ങൾക്ക് പറ്റത്തില്ലെന്ന് പറഞ്ഞ്, ഞങ്ങളെങ്ങാനും ഈ കടം എഴുതി തള്ളിയാൽ അതിൽ കീഴ്വഴക്കം തെറ്റാകും. പിന്നീട് ആൾക്കാർ കടമെടുത്താൽ ഗവൺമെൻറ് അടക്കുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ബാങ്ക് സിസ്റ്റം തന്നെ തകരും. അതുകൊണ്ട് വി വിൽ നോട്ട് ഫോർ ദാറ്റ് എന്ന് പറയും. അത് ബാങ്കുകാർ അത് പറയത്തുള്ളൂ, പറയും അവർ. കാരണം അത് സാമ്പത്തിക സ്ഥാപനമല്ലേ. അപ്പോൾ ജനാധിപത്യ സർക്കാരാണ് ഈ വിഷയത്തിൽ എന്തെങ്കിലും തീരുമാനം എടുക്കേണ്ടത്. പക്ഷേ പ്രാക്ടിക്കലി സർക്കാരും അവരെ സെക്യൂരിറ്റി എമൗണ്ടാക്കി കിട്ടിയിരിക്കുന്ന കാശ് മാറ്റിയിട്ട് ജനങ്ങളിങ്ങനെ പട്ടിണിയായിട്ട് ഇങ്ങനെ സങ്കടപ്പെട്ട് വിഷമിച്ചടക്കുകയാണ്. സത്യം പറയട്ടെ, നമുക്ക് ദൈവം മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഈ ബേബി കുര്യൻ വൈഫിനെ കൊണ്ടാണല്ലോ ഉടമ്പടി എടുപ്പിച്ചിരിക്കുന്നത്, ഇല്ലേ? വൈഫ് അത് വൃത്തിയായിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ കർത്താവിന് മുതലാവണില്ല. അതാണൊരു പ്രശ്നം. കാര്യം ബേബി കുര്യൻ ഇവിടെ വന്നാണല്ലോ, അല്ലേ? എന്തിനാണ് വൈഫിനെ കൊണ്ട് എടുപ്പിച്ചത്? തനിക്ക് ഇനി എങ്ങാനും വിശുദ്ധീകരിച്ച് പോയാൽ പഴയ കള്ളത്തടങ്ങളൊക്കെ പറഞ്ഞ അങ്ങനെ വരുമ്പോൾ ബിസിനസ്സിൻ്റെ അകത്ത് കോട്ടം വരുമെന്ന് വിചാരിച്ചുകൊണ്ട് ഇയാളെ ദൈവത്തിനെ അതായത് പതുക്കെ അങ്ങോട്ട് സൈഡാക്കുകയാണ്. ശരിക്കും നിങ്ങളത് ചിന്തിക്കണം കേട്ടോ. മനുഷ്യൻ്റെ ഏറ്റവും വലിയ തെറ്റ് ദൈവത്തിനെ സൈഡാക്കുന്നതാണ്. ദൈവത്തിനെ സൈഡാക്കാൻ സാധ്യതയുണ്ടെന്ന് ആദ്യം തിരിച്ചറിഞ്ഞ ദൈവം തന്നെയാണ്. അതുകൊണ്ടാണ് ആദ്യത്തെ കൽപ്പനയിൽ ഇങ്ങനെ പറയണത്, നിൻ്റെ കർത്താവ് ദൈവം ഞാനാകരുത്, എന്നെ സൈഡാക്കരുതെന്ന്. അല്ലേ? കറക്റ്റല്ലേ? നമുക്ക് മനസ്സിലാകുന്ന ഭാഷ ലളിതമായിട്ട് പറഞ്ഞതേ ഉള്ളൂ. പക്ഷേ അതൊരു ഗ്രീവിയസ് ഒഫൻസാണ്. അത് നമ്മൾ ചിന്തിക്കണം. ഇപ്പം ബേബി കുര്യൻ എന്താ ചെയ്തത്? ഞാനൊരു ബിസിനസ് മാൻ ആയത് കാരണം എനിക്ക് ഇങ്ങനെ കർത്താവിൻ്റെ വചനമൊക്കെ അനുസരിച്ച് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല, അതുകൊണ്ട് സൈഡാക്കുകയാണ്. പക്ഷേ എന്നാ പറ്റണത്? ഉടമ്പടി വർക്കൗട്ട് ചെയ്തില്ല. ഉടമ്പടി പുതുക്കിയതിന് ശേഷവും അയാൾക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു പറമ്പുണ്ടേ. വിറ്റ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കടം തീർക്കാം. പക്ഷേ ആരും വാങ്ങിക്കണില്ല പറമ്പ്. 10 പേര് വന്ന് നോക്കിയെന്നാണ് പറയുന്നത് ഉടമ്പടിക്കാലത്തെ. 10 പേര് വന്ന് ഉടമ്പടിക്കാലത്ത് പറമ്പ് കണ്ടുപോയി, അതിന് വിലയും പറഞ്ഞു പോയി. പക്ഷേ ആരും അഡ്വാൻസ് തന്നില്ല. അതാണ് എൻ്റെ വിഷയം. അപ്പോഴ് കടക്കാരാണെങ്കിൽ ഇങ്ങനെ കൊത്തി വരച്ചുകൊണ്ടിരിക്കുക. എപ്പോഴും മനുഷ്യനെ എഴുന്നേക്കാൻ തന്നെ പേടിയാണ്. ആരെ കണ്ടാലും ഇപ്പം ചില പറയാം, ഞാൻ കടയിൽ കയറത്തില്ല, കടയിൽ കയറിയാൽ എല്ലാവരും കൂടി കടക്കാർ വരൂ, അത് ഞാൻ പുറത്ത് ഞാൻ കറങ്ങി നടക്കണമെന്ന്. അപ്പം അങ്ങനെ ഇന്നലെ എന്നോട് ആൾ വന്ന് പറഞ്ഞ്, എല്ലാവരും എമർജൻസിക്കാരൊക്കെ അച്ഛൻ കാണുമല്ലോ, മനഃപൂർവ്വം കാണുന്ന കേട്ടോ. നമുക്ക് കാണാനുള്ള സാഹചര്യങ്ങൾ കുറവാണ് ഇവിടെ. കാര്യം ഒരു ദിവസം 100 കണക്കിന് ഉടമ്പടി എടുക്കുമ്പോൾ എല്ലാവരെയും കാണാൻ നമുക്ക് പറ്റത്തില്ല. എല്ലാ ദിവസവും ഇങ്ങനെ ആൾക്കാരിങ്ങനെ കൂടുകയല്ലേ. അപ്പോൾ എന്നാ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈ എമർജൻസി ഉള്ളവരെ എല്ലാവരെയും കാണാം. ഇപ്പോൾ ഒരാഴ്ച ഞായറാഴ്ച കാണത്തില്ല, പക്ഷേ എല്ലാ ദിവസവും കാണുന്നുണ്ട് ഞാൻ ആൾക്കാർ. ഇന്നലെയൊക്കെ 120 ആൾക്കാരെ കണ്ടത്. ഹൈ എമർജൻസിക്കാരെ കാണാം. ചിലപ്പോൾ ഒരു ഉപദേശം, ചിലപ്പോൾ ഒരു പ്രാർത്ഥന, ചിലപ്പോൾ ഒരു നിർദ്ദേശമൊക്കെ കൊടുത്താൽ മതിയാവും. അതൊക്കെ ചില കർത്താവ് അവർ വരുമ്പോൾ കർത്താവ് സംസാരിക്കാൻ തുടങ്ങും. അപ്പോൾ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, പക്ഷേ നിങ്ങളൊരിക്കലും അച്ഛനെ കാണുന്നതിൻ്റെ അൾട്ടിമേറ്റ് എയിമാക്കി വെക്കരുത്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അച്ഛൻ ആൾ ദൈവമായിട്ട് മാറും. അങ്ങനെ ഒരു വിഷയം നമ്മൾ ഇല്ല. നമുക്ക് ആപ്പാടെ ഒരു ദൈവം മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ അച്ഛനെ കാണുന്നത് ഇതിൻ്റെ അൾട്ടിമേറ്റ് എയിമായിട്ട് വെക്കരുത്. മറിച്ച് വിഷയമെല്ലാം ചെയ്യേണ്ടത് കർത്താവാണ്. അച്ഛനൊരു നിമിത്തം മാത്രമായിട്ട് വരുന്നുള്ളൂ. അപ്പോൾ ആ ഒരു ബോധം വേണം. ചില ആൾക്കാരൊക്കെ അവർക്ക് അച്ഛനെ കാണുമ്പോൾ എല്ലാം ശരിയാവുന്നു. അങ്ങനെ നിങ്ങൾ ചിന്തിച്ചാൽ തന്നെ ഉടമ്പടി വർക്കൗട്ട് ചെയ്യത്തില്ല. അവൻ പറയണ പോലെ ചെയ്യുമ്പോൾ എല്ലാം ശരിയാവുമെന്ന് പറഞ്ഞ് അവൻ പറയണ പോലെ ചെയ്ത് കഴിയുമ്പോൾ എല്ലാം ശരിയാകും. ദൈവത്തെ സൈഡാക്കുന്ന ഒരു സ്വാഭാവികമായ ഒരു മാനുഷിക പ്രവണതയുണ്ട്. അത് നിങ്ങളൊന്ന് കറക്റ്റ് ചെയ്യണം. അപ്പം തന്നെ ഉടമ്പടി വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങാം. ഇതൊന്നും നടക്കാഞ്ഞിട്ടല്ലേ, നമ്മൾ നടത്തിക്കാഞ്ഞിട്ടാണ്. ഇതൊന്നും നടക്കാഞ്ഞിട്ടില്ല. ഉടമ്പടിക്ക് പാര വെക്കണം നിങ്ങൾ തന്നെയാണ്.
ഇതൊന്നും നടക്കാഞ്ഞിട്ടല്ല, നമ്മൾ നടത്തി കഴിഞ്ഞിട്ടാണ്. അതൊന്ന് ഇൻട്രോസ്പെക്റ്റ് ചെയ്യണം, നല്ലതാണ്. ഇപ്പം ഈ ബേബിക്കറിൻ്റെ വിഷയം എന്താ? അയാൾ പറഞ്ഞു, എടി ഞാനിങ്ങനെ കർത്താവിൻ്റെ അടുത്ത് കുറച്ച് തരികട പറഞ്ഞുകൊണ്ടാണ് ഇനി ഇപ്പം എത്രയോ പേര് വന്ന് സ്ഥലം നോക്കിപ്പോയി, അവരാരും എടുത്തില്ലല്ലോ. അപ്പം നമുക്കിതൊക്കെ വിൽക്കാനൊക്കെ ഉണ്ടായിട്ട് പോലും നടക്കണില്ലല്ലോ, നമുക്ക് പൈസ കൂടുകയല്ലേ, ആൾക്കാർ നമ്മളെ പെടയ്ക്ക് കൂടി ഞെക്കുകയല്ലേ. അവരൊരു പഠിച്ചേ, ഞാൻ ഉടമ്പടി എടുക്കാം. അപ്പോൾ അയാൾക്ക് ബോധോദയം വന്ന് സ്റ്റെപ്പ് നോക്കണം. സെക്കൻഡ് സ്റ്റെപ്പ് വളരെ ആഘോഷമാണ്. ഞാൻ ഉടമ്പടി എടുക്കാം. പുള്ളിക്കാരൻ വന്നിട്ട് ഉടമ്പടി വൈഫ് പുതുക്കുമ്പോൾ പുള്ളിക്കാരൻ സ്വന്തമായിട്ട് ഉടമ്പടി എടുക്കും. ഉടമ്പടി എടുത്തിട്ട് പിന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു 1.5 ഇൻവെസ്റ്റ്മെൻറ്റാണ്. പുള്ളി നാക്ക് നിയന്ത്രിച്ചു. എല്ലാ സമയവും എല്ലാ കാലങ്ങളിലും കർത്താവ് കാര്യം എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, ഈ വിശുദ്ധി എന്ന് പറയണത് നമ്മൾ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട വിഷയമാണ്. മനസ്സിലായില്ലേ? വിശുദ്ധി കുറഞ്ഞാൽ ദൈവസാന്നിധ്യം അറിയാണ്ടിരിക്കും. ഇപ്പം ഈ യാക്കോബിൻ്റെ ദൈവാനുഭവം തന്നെ ഒന്ന് നോക്കിക്കേ. അപ്പോൾ യാക്കോബ് ഉറക്കത്തിൽ നിന്നുണർന്നു. ഉൽപ്പത്തി 18:28 16 വായിച്ചോളൂ. അപ്പോൾ യാക്കോബ് ഉറക്കത്തിൽ നിന്നുണർന്നു. ഒന്ന് പറഞ്ഞേ. അപ്പോൾ യാക്കോബ് ഉറക്കത്തിൽ നിന്ന് ഉണർന്നു. അവൻ പറഞ്ഞു തീർച്ചയായും കർത്താവ് ഈ സ്ഥലത്തുണ്ട്, എന്നാൽ ഞാനതറിഞ്ഞില്ല. അതാണ് സംഭവം. ദൈവം നിന്റെ വീട്ടിലുണ്ടായാലും ചിലപ്പോൾ അറിയത്തില്ല. അതൊരു അപകടമാണ് ഇതിൻ്റെ അകത്ത്. നീ ഉടമ്പടി എടുക്കുമ്പോൾ ദൈവം വാക്ക് പാലിക്കുമല്ലോ, ഇല്ലേ? ഐ വിൽ കം വിത്ത് യു വെയറെവർ യു ഗോ. ഞാൻ നിൻ്റെ കൂടെ വരും എവിടെ ആയാലും. അപ്പോൾ ദൈവം വാക്ക് പാലിക്കുമല്ലോ. പക്ഷേ വി ആർ നോട്ട് നോയിങ് ഇറ്റ്. അതെന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ, ഇവൻ അപ്പനെ കറക്കി പുനരടിച്ച് ചേട്ടനെ പറ്റിച്ചിട്ട് വന്നിരിക്കണതാണ്, അല്ലേ? അതാണ് സംഭവം. ഇവൻ അപ്പനെ കറക്കി പുനരടിച്ച്, അപ്പൻ കണ്ണ് കാണാൻ പോലെ ഇരിക്കുകയായിരുന്നു. ആരാണ് അപ്പനാരാ? ഇസഹാക്ക് കണ്ണും കാണാൻ പോലെ ഇരിക്കുകയല്ലേ വീട്ടിൽ. 90 വയസ്സുണ്ട്. അപ്പം അദ്ദേഹത്തിന് തോന്നി ദൈവത്തിലേക്ക് തിരിച്ചു പോകേണ്ട സമയമായി. അപ്പോൾ അദ്ദേഹം യേശാവിനെ വിളിച്ച് പറഞ്ഞു, എൻ്റെ മകനെ, അപ്പം എനിക്ക് ദൈവത്തിലേക്ക് പോകാൻ കാലമായി, അതുകൊണ്ട് നീ കാട്ടിൽ പോയി ഒരു നല്ല മൃഗത്തെ പിടിച്ചുകൊണ്ട് പോയി എനിക്ക് പാകം ചെയ്ത് വാ, അപ്പമായിട്ട് വാ, ഞാൻ ഭക്ഷിച്ച് സന്തോഷിച്ചിട്ട് നിന്നെ ആശീർവദിക്കാമെന്ന് പറയും. അവൻ പാവപ്പെട്ടവൻ ചാടിപ്പോയി. പക്ഷേ റബേക്ക അത് കേട്ടു. എന്താ കാര്യം? അവർക്ക് നെപ്പോട്ടിസം ഉണ്ട്, അവർക്ക് പക്ഷപാതം ഉണ്ടായി. ആരോടാണ്? ഈ ഇളയവനോട് പക്ഷപാതം വേണോ? അത് നമ്മൾ പക്ഷപാതം പരിശുദ്ധാത്മാവ് വരുന്നതിനുള്ള തടസ്സമുള്ള നിൽക്കുന്ന ഒരു വിഷയമാണ്. നിങ്ങളുടെ പക്ഷപാതം ഉണ്ടാവരുത് എന്ന് കർത്താവിൻ്റെ വചനം. നിങ്ങളിപ്പോൾ ഇളയ മക്കൾ, മൂത്ത മക്കൾ, പെൺമക്കൾ, ആൺമക്കൾ എന്ന് പറഞ്ഞ് പക്ഷപാതം വെക്കത്തില്ലേ? ഗ്രൂപ്പിസം ഉണ്ടാക്കത്തില്ലേ? അപ്പൻ്റെ മക്കൾ എന്ന് പറഞ്ഞ് 2 പേരെ വെക്കും, അമ്മയുടെ മക്കൾ 1 ആൾ വെക്കും. ഇങ്ങനെ വീട്ടിൽ ഗ്രൂപ്പിസം ഉണ്ടാകുന്നുണ്ട്. വീട്ടിലെ പല കാര്യങ്ങളും ഗ്രൂപ്പിസത്തിലാണ് പോകുന്നത്. പക്ഷേ പുറത്തൊന്നും പറയത്തില്ല. എല്ലാവരും ഒരു ചോരയായത് കാരണം ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നുണ്ടെങ്കിലും ഒരു അടിവലിവ് ഉണ്ടാകുന്ന നോക്കണം. പക്ഷപാതത്തെക്കുറിച്ച് വചനമെടുത്തേ. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ. വായിച്ചോളൂ. നിയമാവർത്തനം 16:19. നിയമാവർത്തനം 16:19. നിന്റെ വിധികൾ നീതിവിരുദ്ധമായിരിക്കരുത്. പറഞ്ഞേ. നിന്റെ വിധികൾ നീതിവിരുദ്ധമായിരിക്കരുത്. നീ പക്ഷപാതം കാട്ടുകയോ കൈക്കൂലി വാങ്ങുകയോ അരുത്. അപ്പൊ ദൈവത്തിൻ്റെ ഒരു നീതിയാണല്ല നമ്മുടെ ലോകത്ത് നിറവേറ്റാൻ ദൈവം ആഗ്രഹിക്കുന്നത്, അല്ലേ? അതിനകത്ത് പക്ഷപാതം ഇല്ല. ദൈവത്തിൻ്റെ ഒരു നീതിയാണ് നമ്മൾ കുടുംബത്തിലായാലും സമൂഹത്തിലായാലും നിറവേറ്റാൻ ദൈവം ആഗ്രഹിക്കുന്നത്. അതിനകത്ത് പക്ഷപാതം ഇല്ല. പക്ഷേ റബേക്കയ്ക്ക് ഒരു പക്ഷപാതം ഉണ്ട്. ആരോടാണ്? യാക്കോബ്. റബേക്കയുടെ പക്ഷപാതമാണ് ഈ ഇളയ മകൻ നാടുവിടേണ്ടി വന്നത് കാര്യം. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. ഉടമ്പടി എടുത്തവർ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. പക്ഷപാതം ദൈവത്തിൻ്റെ മനസ്സിന് യോജിക്കുന്നതല്ല. പറഞ്ഞു മനസ്സിലായോ? ഓക്കെ. അപ്പോൾ എന്താ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ,
അതുകൊണ്ട് യേശാവ് രോമാവൃതമുള്ള മനുഷ്യനാണ്. മുട്ടാണ്ടിനെ പോലെ കുറേ രോമമുള്ള ആളാണ്. യേശാവിൻ്റെ രോമക്കുപ്പായം അവിടെ കിടപ്പുണ്ടായിരുന്നു. അതെടുത്ത് ഇവർ യാക്കോബിനെ ധരിപ്പിച്ച് കെട്ടിയൊക്കെ വെച്ച്, എന്നിട്ട് ആലയിൽ പോയി ഒരു ആടിനെ എടുത്ത് പാസ്സാക്കി അപ്പമൊക്കെ ഇട്ട് കൊണ്ടുവന്ന് യാക്കോബ് കൊണ്ടുവന്ന് അപ്പന് കൊടുത്തു. അപ്പൻ ചോദിക്കുന്നുണ്ട്, കണ്ണു കാണാൻ പാടെങ്കിൽ ചോദിക്കുന്നുണ്ട്, ആരാണത്? അപ്പൻ്റെ മകൻ യേശാവാണ്. അപ്പോൾ ഉടനെ നീ ഇങ്ങനെ അടുത്ത് വരാൻ പറയും. കണ്ണു കാണാൻ പാടില്ല. അടുത്ത് വന്നിട്ട് ഉടനെ ഇസഹാക്ക് പറയുന്ന കുറേ സംഭവങ്ങളുണ്ട്. ഭയങ്കര സംഭവമാണ്. കർത്താവിൻ്റെ വയലിൻ്റെ മണം, അത് നമ്മൾ കണ്ണ് നിറഞ്ഞു പോകും. ദൈവസ്നേഹമുള്ളവർ, കർത്താവിൻ്റെ വയലിൻ്റെ മണമെന്ന്. അപ്പം ഈ ദൈവമായിട്ട് എന്തൊരു ബന്ധമാണ് ആ മനുഷ്യന്. വയലിൻ്റെ മണമെന്ന് പറഞ്ഞാൽ പോരെ, അല്ലേ? യേശാവിനെ ആണെന്ന് വിചാരിച്ചുകൊണ്ട് യാക്കോബിനെ കെട്ടിപ്പിടിക്കുമ്പോൾ ഈ മനുഷ്യൻ്റെ അന്തർഗതം എന്താണ്? കർത്താവിൻ്റെ വയലിൻ്റെ മണം. കർത്താവിൻ്റെ വയലിൻ്റെ മണം. കർത്താവിൻ്റെ വയലിൻ്റെ മണമെന്ന് പറഞ്ഞ കാര്യം വയലിൻ്റെ മണമെന്ന് പറഞ്ഞാൽ പോരെ. ഇതാണ് ആധ്യാത്മികത എന്ന് പറയണത്. എന്ത് കിട്ടിയാലും കർത്താവിൻ്റെ കൂടി ചേർത്ത് പറയും. വൈഫായാലും മക്കളായാലും നിങ്ങളുടെ മാർക്ക് ലിസ്റ്റായാലും കിട്ടുമ്പോൾ ഞാൻ അധ്വാനിച്ച് ഞാൻ രാത്രി വരെ ഉറക്കം നിന്ന് വാങ്ങിച്ചൊന്നുമില്ല, കർത്താവ് തന്ന മാർക്ക് ലിസ്റ്റ് പ്രാർത്ഥിച്ച് കർത്താവേ ദൈവമേ എന്ത് കിട്ടിയാലും നിന്നെ ഓർത്ത് ഇസഹാക്കിനെ പോലെ നിന്റെ പേര് കൂട്ടി പറയാൻ എന്നെ എളിമപ്പെടുത്തി നീ നിന്റെ സ്വന്തമാക്കണമേ. ആധ്യാത്മികതയുടെ ഒരു ആന്തരിക ബന്ധത്തിൻ്റെ ഒരു സൂചനയാണ്, ആത്മബന്ധത്തിൻ്റെ ഒരു സൂചനയാണ്. എന്ത് കിട്ടിയാലും കർത്താവിനെയും ചേർത്ത് പറയുന്നത്. പക്ഷേ അവസാനം യാക്കോബ് പറ്റിച്ച് അപ്പനെ, കണ്ണു കാണാൻ പാടില്ലാത്ത അപ്പനെ പറ്റിച്ചു. ഈ അപ്പന്മാരൊക്കെ പറ്റിച്ചുള്ള കുഴപ്പം എന്താണെന്നറിയാം? കുഴപ്പം വർഷങ്ങളിൽ ഈ ദൈവം വാക്ക് പാലിക്കുന്ന പോലെ തന്നെയാണ്. ദൈവം 1000 തലമുറ വരെ അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞില്ലേ? അത് തന്നെയാണ്. നമ്മൾ വല്ല തരികിടയും കാണിച്ചാൽ 1000 കൊല്ലം വരെ അത് ഓർത്തിരിക്കുകയും ചെയ്യും. വെറുതെ എന്തിനാ പണി മേടിക്കണേ? ഈ യാക്കോബ് യേശാവിൻ്റെ അനുഗ്രഹമല്ല അടിച്ചു മാറ്റിയത്, അത് കാപട്യമല്ലേ കാണിച്ചത്? എത്ര കൊല്ലം കഴിഞ്ഞാണ് പിന്നെ ഈശോ വരുന്നത്? ഈശോ വരുമ്പോൾ നഥാനിയനെ കാണുമ്പോൾ എന്താ പറയണത്? ലുക്ക യോഹന്നാൻ 1:47 ശ്രുതികട്ടെ ഹല്ലേലൂയ. യോഹന്നാൻ 1:47 നഥാനിയേൽ തന്റെ അടുത്തേക്ക് വരുന്നത് കണ്ട് പറഞ്ഞേ, നാഥാനിയേൽ തന്റെ അടുത്തേക്ക് വരുന്നത് കണ്ട് യേശു അവനെ പറ്റി പറഞ്ഞു, യേശു അവനെ കുറിച്ച് പറഞ്ഞു, ഇതാ നിഷ്കപടനായ ഒരു യഥാർത്ഥ ഇസ്രായേൽക്കാരൻ. അടി വരുന്ന വഴി കണ്ട, പണി വരുന്ന വഴി കണ്ട. എത്രയോ വർഷം കഴിഞ്ഞിട്ട് നാഥാനിയനെ കാണുമ്പോൾ ഈശോ പറയുകയാണ്, ഇതാ ഒരു ട്രൂ ഇസ്രായേലിയൻ, ഇവനിൽ യാതൊരു കാപട്യവുമില്ല. എന്ന് വെച്ചാൽ എന്താണ്? പഴയ യാക്കോബ്, പഴയ ഇസ്രായേൽ കാപട്യം പിടിച്ചവനായിരുന്നെന്ന്. ദൈവം മറക്കാത്ത കണ്ട, ക്ലിയർ അല്ലേ? ദൈവം മറക്കണില്ല എന്നുള്ളത് ആണ് വിഷയം. ഇത് വിശുദ്ധിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. നിങ്ങളിപ്പോൾ പഴയ കാലങ്ങളിൽ ഞാൻ കുമ്പസാരിക്കാതെ നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾ പുതിയ കാര്യങ്ങളൊക്കെ അടിച്ചു കയറ്റി കൊടുക്കുക കമ്പ്യൂട്ടർ, വല്ല കഥയുണ്ടാ? പണ്ടത്തെ കാര്യമൊക്കെ ഒന്ന് ഓർക്കണേ. ദൈവത്തിൻ്റെ ഓർമ്മയെന്ന് പോലും എടുത്തു കളയാൻ പറ്റുന്ന രീതിയിൽ ആത്മാവിലെ അനുതാപത്തിന് കണ്ണുനീര് തരാൻ പ്രാർത്ഥിക്കുക. പഴയകാല പാപങ്ങളാണെങ്കിലും വ്യർത്ഥുപേക്ഷിക്കാതിരിക്കുകയോ ഏറ്റുപറയാതിരിക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ അടുത്ത കുമ്പസാരത്തിൽ എൻ്റെ സഹോദരങ്ങൾ അത് ഏറ്റുപറയണം. അപ്പം നിങ്ങൾ ചോദിക്കൂ, വി ആർ നോട്ട് കാത്തലിക്സ്, ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, മനസ്സാക്ഷി എടുത്തേ നിയമം നൽകപ്പെടാതിരിക്കെ മനസ്സാക്ഷി തന്നെയാണ് അവർക്ക് ദൈവത്തിന്റെ സ്വരമെന്ന്. ശ്രുതികട്ടെ ഹല്ലേലൂയ. വിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് അപ്പോൾ മനുഷ്യന്റെ മനസ്സാക്ഷി ദൈവത്തിൻ്റെ വചനം നിക്ഷേപിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് കർത്താവിൻ്റെ വെളിപ്പാട്, വചനത്തിൻ്റെ വെളിപ്പാട്.
അതനുസരിച്ച് കഴിഞ്ഞകാല പാപങ്ങളെ ഓർത്ത് നിങ്ങൾക്ക് അനുതാപം ഉണ്ടാകണം. ഉടമ്പടി എല്ലാവരും എടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഉടമ്പടി എടുക്കുമ്പോൾ ഉണ്ടാകുന്നൊരു ഗുണം, ഇപ്പോൾ ഉടമ്പടിയിൽ ഇപ്പം തന്നെ ഇന്നലെ ഒരു ഡോക്ടർ സാക്ഷി ഇട്ടിട്ടില്ലേ, ഗവൺമെൻറ് സർവീസിലുള്ളൊരു ഡോക്ടർ സാക്ഷി ഇട്ടിട്ടുണ്ട്. സാക്ഷ്യവിശേഷം ഞാൻ പറയുന്നില്ല, നിങ്ങൾ നോക്കിയാൽ മതി. പക്ഷേ അവർ എന്താ പറയണത്, അവരതിൽ അവരുടെ വിശ്വാസം വിശുദ്ധി ഇൻവെസ്റ്റ് ചെയ്തപ്പോൾ അവിടെ ജീവിതത്തിൻ്റെ എല്ലാ തടസ്സങ്ങളെയും മാറ്റിക്കൊണ്ട്, അതുപോലെ അതാണ് ഉടമ്പടിയിൽ ഇപ്പോൾ നിങ്ങളെ പണ്ട് ഒരു അബോർഷൻ സംഭവിച്ച ആളാണെന്ന് വിചാരിച്ചോ, അത് പണ്ടത്തെ കാര്യമല്ലേ, അപ്പം അത്രയും ഓർത്തില്ല എന്ന് നിങ്ങൾ എഴുതി തള്ളണ്ട. ദൈവം എഴുതി തള്ളിയാൽ മതി, സ്വന്തമായിട്ട് എഴുതി തള്ളാൻ നിൽക്കണ്ട. ഇല്ലേ, സ്വന്തമായിട്ട് നമുക്ക് എഴുതാൻ തള്ളാൻ പറ്റുമോ? ഇല്ല, നമുക്ക് അനുദപിക്കാൻ പറ്റും. ബേബി കുര്യൻ്റെ സാക്ഷ്യമാണ് നമ്മളിപ്പോൾ വിചാരണ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബേബി കുര്യൻ എന്താ ചെയ്തിരിക്കണത്, കഴിഞ്ഞകാല പാപങ്ങളെ ഓർത്ത് അനുദപിക്കുകയും ശിഷ്ടജീവിതം അയാൾ കർത്താവിൻ്റെ വചനത്തിന് അനുപേക്ഷണമായിട്ട് പുനഃക്രമീകരിക്കുകയും ചെയ്തുകൊണ്ട് സത്യസന്ധമായിട്ട് ഉടമ്പടി മുന്നേറ്റം നടത്തുകയാണ്. എന്ത് ചെയ്യും, ഇങ്ങനെ നമ്മൾ സത്യസന്ധമായിട്ട് നഷ്ടം വന്നാലും ശരി, സത്യസന്ധമായിട്ട് ദൈവത്തിൻ്റെ വാക്ക് പാലിച്ച് ആ ഉടമ്പടി പ്രോഗ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എവിടുന്നൊക്കെ നമുക്ക് സഹായം വരുമെന്ന് ഒരു പിടിയില്ല. എന്താ കാര്യത്തിനാൽ പെട്ടെന്ന് ഈ മനുഷ്യൻ ഇതുപോലെ ഒരു ഉടമ്പടി ആരാധന കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഉടമ്പടി ആരാധന കൂടിക്കൊണ്ടിരിക്കുമ്പോൾ ഞാനിതുപോലെ സാക്ഷ്യവിചാരണ എല്ലാ സമയത്തും നടത്തുമല്ലോ. എനിക്ക് അഭിഷേകമുള്ള സാക്ഷ്യങ്ങളെ നമുക്ക് അറിവുള്ള സാക്ഷ്യങ്ങളുണ്ടാകും, അഭിഷേകമുള്ള സാക്ഷ്യങ്ങളുണ്ടാകും. അപ്പം അഭിഷേകമുള്ള സാക്ഷ്യങ്ങൾ എന്നെ തോണ്ടും. ഈ കുഞ്ഞുങ്ങൾ അമ്മയെ തോണ്ടണ പോലെ തോണ്ടും ഇങ്ങനെ വന്ന്. അപ്പം അഭിഷേകമുള്ള സാക്ഷ്യങ്ങൾ അറിയാൻ പറ്റും. അപ്പോൾ അഭിഷേകമുള്ള സാക്ഷ്യങ്ങൾ ഞാൻ വീണ്ടും എടുത്ത് പ്രാർത്ഥിച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതി ഞാൻ റീസെറ്റ് ചെയ്ത് തരും. അപ്പോൾ യോഗ്യൻ്റെ സാക്ഷ്യം, ഇയാൾ സ്വന്തമായിട്ട് ഉടമ്പടി എടുത്ത് കർത്താവിൻ്റെ വചനത്തിന് അനപേക്ഷമായിട്ട് ജീവിതം പുനഃക്രമീകരിച്ച് കഴിഞ്ഞപ്പോൾ ദൈവം ഓൺലൈനിലായി. ഇപ്പം യാക്കോബിൻ്റെ പ്രശ്നം എന്താണ്, ദൈവം ഓൺലൈനിലായിട്ടും പുള്ളിക്ക് അറിയാൻ പറ്റിയില്ല. അതല്ലേ അയാൾ പറയണത് 28, 16, 17 അത് പറഞ്ഞേ, വായിച്ചേ, ശ്രുതികട്ടെ ഉൽപ്പത്തി 28:16. അവൻ പറഞ്ഞു, തീർച്ചയായും കർത്താവ് ഈ സ്ഥലത്തുണ്ട്, എന്നാൽ ഞാൻ അതറിഞ്ഞില്ല. അതാണ് പ്രശ്നം. രണ്ടും രണ്ട് കേസായി മാറുകയാണ്. കർത്താവ് ഉണ്ട്, പക്ഷേ ഇറ്റ് ഈസ് നോട്ട് നോൺ ടു മീ, ഇറ്റ് ഈസ് നോട്ട് എക്സ്പീരിയൻസ്ഡ് മീ. കർത്താവ് ഉണ്ട്, എൻ്റെ കുടുംബത്തിലുണ്ട്, പക്ഷെ ഞാനത് അറിയുന്നില്ല. അതാണ് പ്രശ്നം. എന്തുകൊണ്ടാണ് അറിയാത്തത്? കയ്യിരിപ്പ് കൊണ്ടാണേ. അയാൾ ആ അന്ധനായ അപ്പനെയും പറ്റിച്ചു, ചേട്ടൻ്റെ സ്വത്ത് അടിച്ചു മാറ്റി. അല്ല, ഇയാൾ അവിടെ നിന്ന് ഓടാൻ കാര്യം എന്താ? എല്ലാം നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ അപ്പനോട് ഏശാവ് കെഞ്ചനുണ്ട്, അപ്പാ ഒരു വരം പോലും ഇല്ല അപ്പാ അത് ചോദിക്കുന്നുണ്ട്. അപ്പനൊന്നുമില്ല, എല്ലാം കൊണ്ടുപോയെന്ന്. അപ്പോൾ ഇവരിങ്ങനെ ചിരിക്കും, ഇങ്ങനെ അട്ടഹസിച്ച്. അത് സാറാ കേൾക്കും, അല്ല റബേക്ക കേൾക്കും. അപ്പാന്ന് ചോദിച്ചിട്ട് അവൻ കണ്ണീരടിച്ച് ചോദിക്കണം, അപ്പാ ഒരു വരം പോലും ഇല്ല എന്ന് ചോദിക്കും. അപ്പം ഇസാക്ക് പറയും, ഒരു വരം പോലും ഇല്ല മോനെ, എല്ലാം അവൻ കൊണ്ടുപോയെന്ന് പറയും. അപ്പം കരച്ചിൽ മാറ്റിയിട്ട് ഇവൻ അട്ടഹസിക്കും, എന്നിട്ട് ഇവൻ ചിരിക്കും. ആര് ചിരിക്കും? യേശാവ് ചിരിക്കും. യേശാവിൻ്റെ ചിരി റബേക്ക കേൾക്കും. എന്താ അവൻ ചിരിക്കാൻ കാര്യം? അവനെ കൊല്ലാമെന്ന് ഓർത്തപ്പോൾ അവന് സന്തോഷമായിരുന്നു. മനസ്സിലായില്ലേ? അവനെ ഒരു വരം പോലും ഇല്ലാതെ എന്നെ പറ്റിച്ചവനെ ഇന്ന് വൈകുന്നേരത്തോളം ഞാൻ കൊല്ലും എന്ന് പറഞ്ഞിട്ടാണ് അവൻ ചിരിക്കുന്നത്. കാര്യങ്ങൾ ബൈബിളിൻ്റെ പോക്ക് കണ്ട. ഇത് കേട്ടപ്പോൾ തന്നെ റബേക്ക കൈയോടെ യാക്കോബിനോട് പറഞ്ഞു, മകനെ ജീവനും കൊണ്ട് പോയിക്കോ, ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല പറയാം, അവൻ കൊന്നുകളയെന്ന് പറയും. ഇന്ന് രാത്രി നിന്നെ തട്ടുവെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഓടിപ്പോണ പാർട്ടിയാണ്. അപ്പനെയും പറ്റിച്ച് ചേട്ടനെയും പറ്റിച്ച് വീട്ടിൽ നിന്ന് ഓടിപ്പോകുമ്പോൾ അതുകൊണ്ടാണ്. പക്ഷെ അങ്ങനെ ഓടിപ്പോകുന്നുണ്ടെങ്കിലും ദൈവം ഇവൻ്റെ കൂടെ പോകുന്നുണ്ട്. ദൈവത്തിലെ നീ ഓർക്കുക, നീ അശുദ്ധനായിരുന്നാലും അശുദ്ധിയായിരുന്നാലും നിൻ്റെ ദൈവം നിന്നെ കൈവിടാത്ത, നിൻ്റെ കൂടെ വരണ
ഏത് സാഹചര്യത്തിലും നിന്നെ രക്ഷിക്കാനൊരു പഴുത് കണ്ടാൽ നിന്നെ കോരിയെടുക്കുന്ന ദൈവത്തിൻ്റെ മുമ്പിൽ കൈയിടിച്ചുകൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എൻ്റെ മക്കളെ, ദൈവത്തോട് സ്നേഹം ഇതുപോലെ കൂടിയാൽ തന്നെ യു വിൽ ബി ബ്ലെസ്ഡ്. നമുക്ക് ബ്ലെസ്സിങ്സിൻ്റെ ഫോർമുല എന്താ? അല്ലെങ്കിൽ നമ്മൾ അനുഗ്രഹത്തിൻ്റെ ഫോർമുല എന്താ? എന്ത് ലഭിക്കുമ്പോഴാണ് നമുക്ക് അനുഗ്രഹം കിട്ടണത്? എന്ത് കൂടുമ്പോഴാണ് നമുക്ക് അനുഗ്രഹം കിട്ടണത്, അല്ലെ കൃപ കിട്ടണത്? ഇറ്റ് ഈസ് ലവ് ഓഫ് ഗോഡ്, മച്ച് മോർ ദാൻ ദാറ്റ്. പിന്നെ എന്താ ഉള്ളത്? ഫെയ്ത്ത് ഓഫ് ഗോഡ്. 1 തിമോത്തി 1:14. ശ്രുതികട്ടെ ശ്രുതികട്ടെ. ഹല്ലേലൂയ. 1 തിമോത്തി 1:14. കർത്താവിന്റെ കൃപ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്തോടും സ്നേഹത്തോടുമൊപ്പം എന്നിലേക്ക് കവിഞ്ഞൊഴുകി. ഇതാണ് 1 തിമോത്തി 1:14. ഒന്നിനെ പറഞ്ഞേ. കർത്താവിന്റെ കൃപ അവിടുത്തോടുള്ള സ്നേഹത്തോടും വിശ്വാസത്തോടും ഒപ്പം എന്നിലേക്ക് കവിഞ്ഞൊഴുകി. അപ്പൊ ദൈവാന്റെ അനുഗ്രഹം വരുന്ന വഴി എന്താണ്? ദൈവസ്നേഹം തന്നെയാണ്, അല്ലേ? ദൈവസ്നേഹം തന്നെയാണ്. അതുകൊണ്ട് അത് ആ ഫോർമാറ്റ് മാറത്തില്ലേ? അപ്പോൾ 13:35. അതുപോലെ എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പനകൾ പാലിക്കും. 14:23. എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ വചനം പാലിക്കും. അപ്പോൾ എന്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ അവന്റെ അടുത്ത് വന്ന് അവനിൽ വാസമുറപ്പിക്കുകയും ചെയ്യും. ഇതാണ് സാന്നിധ്യം. ഉടമ്പടിയുടെ പക്ക ഫോർമാറ്റ് എന്താണ്? അതായത് 14:23. എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ കൽപ്പന പാലിക്കും. അപ്പോൾ ഞങ്ങൾ അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ വന്ന് അവനിൽ വാസമുറപ്പിക്കുകയും ചെയ്യും. അപ്പൊ ദൈവത്തിന്റെ വചനം നിറവേറ്റുകയാണ് നാം ഉടമ്പടി ചെയ്യണത്. അപ്പൊ ദൈവത്തിന്റെ വചനം നിറവേറ്റണമെങ്കിൽ നമുക്ക് എന്താ വേണ്ടത്? ദൈവത്തോടുള്ള സ്നേഹം വേണം. ആ ദൈവത്തോടുള്ള സ്നേഹത്താൽ ദൈവത്തിൻ്റെ വചനം നിറവേറ്റി കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് എന്താ കിട്ടുന്നത്? നെക്സ്റ്റ് എന്താണ്? ദ പ്രസൻസ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ ഞങ്ങൾ വന്ന് അവനിൽ വാസമുറപ്പിക്കും. പക്ഷേ ഈ വാസമുറപ്പിക്കുമ്പോൾ എന്താ കുഴപ്പം? ഉൽപ്പത്തി എന്താ പറയണത്? 28:16 കർത്താവിൻ്റെ സ്ഥലമാണിത്, കർത്താവ് ഇവിടെ ഉണ്ട്, പക്ഷേ ഇറ്റ് ഈസ് നോട്ട് നോൺ ടു മീ. എനിക്കത് മനസ്സിലായില്ല. പാപത്തിൻ്റെ ഒരു അവസ്ഥ കണ്ടില്ലേ? പാപാവസ്ഥയിലാണെങ്കിൽ ദൈവസാന്നിധ്യം ഉണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാകണം നിർബന്ധമില്ല. അതുകൊണ്ടാണ് ഉടമ്പടിയിൽ കുമ്പസാരിക്കണമെന്നൊക്കെ പറഞ്ഞതിൻ്റെ കാര്യം, പാപം ഉപേക്ഷിക്കണമെന്ന് പറഞ്ഞതിൻ്റെ കാരണം അതാണ്. മനസ്സിലായില്ലേ? കർത്താവ് ഉണ്ടായാൽ മാത്രം പോരാ, പിന്നെ എന്ത് ചെയ്യണം? നമുക്കത് അനുഭവവേദ്യമാകണം. കാര്യം ഉടമ്പടിയാണ് പ്രസൻസിൻ്റെ. പ്രസൻസിൻ്റെ ഇപ്പം ഒരു സാക്ഷ്യം ഉണ്ടായില്ലേ, അലീഷയുടെ സാക്ഷ്യം. അലീഷയുടെ പ്രശ്നം എന്താ? അലീഷയ്ക്ക് തലകുത്തി പറഞ്ഞിട്ട് പോലും അവൾക്ക് വിസ പ്രോസസ്സിങ് നടക്കണില്ല. അപ്പം അപ്പനും അമ്മയും എല്ലാവരും ഉടമ്പടി എടുത്തിട്ടുണ്ട്. ഒരു വീട്ടിൽ ഒരാൾക്ക് ഉടമ്പടി എടുക്കാൻ പറ്റത്തുള്ളൂ. പക്ഷേ ആദ്യം അപ്പനും അമ്മയാണ് എടുത്തതെന്ന് തോന്നുന്നത്. അതിനുശേഷം അലീഷ ഒരു പ്രൈവറ്റ് വിഷയം അവളുടേതായിട്ട് മാത്രം ഇപ്പോൾ വന്നപ്പോൾ അവളും കൂടി ഉടമ്പടി എടുത്തിട്ട് ഇവർ ഉടമ്പടി ടൈറ്റായിട്ട് പ്രാർത്ഥനയും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും സുവിശേഷം അറിയിക്കുന്നുണ്ട്. അത് തന്നെ ഭക്ഷണമില്ലാത്ത ഭക്ഷണം കൊടുക്കുന്നു, വസ്ത്രമില്ലാത്ത വസ്ത്രം കൊടുക്കുന്നുണ്ട്. എല്ലാം കൃത്യമായിട്ട് ചെയ്തുകൊണ്ട് പോകുമ്പോൾ അലീഷ അമ്മയോട് പറയും, അമ്മേ, അമ്മ ഉടമ്പടി അമ്മ തന്നെ പോകണം, സഞ്ചാരി മാതാവാണ്, അമ്മ തന്നെ പോയി എൻ്റെ വിസ സ്റ്റാമ്പ് ചെയ്യണം. അമ്മ സ്റ്റാമ്പ് ചെയ്യുമ്പോൾ എനിക്കിവിടെ കാനഡയിൽ അമ്മ എൻ്റെ വിസ സ്റ്റാമ്പ് ചെയ്യുമ്പോൾ എനിക്കിവിടെ ഇരുന്ന് അറിയണം. അതാണ് പ്രശ്നം. അപ്പോൾ ഉടനെ ഇവളിപ്പോൾ ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ഇവിടെ പെട്ടെന്ന് വിളിച്ച് പറയും,
അമ്മയോട് പറയും എൻ്റെ വിസ സ്റ്റാമ്പ് ചെയ്ത്, എൻ്റെ വിസ സ്റ്റാമ്പ് ചെയ്ത്. അപ്പോൾ പറഞ്ഞ് നിനക്കെങ്ങനെ അറിയാം? മുല്ലപ്പൂവിൻ്റെ മണം വന്നെന്ന്. അതാണ് വിഷയം. പറഞ്ഞ മനസ്സിലല്ലേ? എനിക്ക് അമ്മ എനിക്ക് സൈൻ തന്നിട്ടുണ്ട്, ഇപ്പം എനിക്ക് മുല്ലപ്പൂവിൻ്റെ സ്മെല്ല് വന്നു. അതിൻ്റെ അർത്ഥം എന്താണ്? അമ്മ എൻ്റെ വിസ ഞാൻ പറഞ്ഞ പോലെ സ്റ്റാമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വിത്തിൻ നോ ടൈം ആ സ്റ്റാമ്പ് ചെയ്ത വിസ അവർക്ക് കിട്ടും. ശ്രുതികടെ ഹല്ലേലൂയ. ആത്മബന്ധത്തിൻ്റെ ഒരു വലിയ അനിർവചനീയമായ ഒരു അനുഭവ ലോകമാണ്. ബുദ്ധി കൊണ്ട് മാത്രം പദാർത്ഥങ്ങളെ കാര്യങ്ങളെ സമീപിക്കുന്നവർക്ക് ഇതിൻ്റെ ABCD അറിയാൻ പറ്റത്തില്ല. ഈ വിശ്വാസത്തിൻ്റെ സാധ്യത എന്ന് പറയുന്നത് വല്ലാത്ത സാധ്യതയാണ്. അതല്ലേ 1 തിമോത്തി 1:14 വായിച്ചത്? കർത്താവിനോടുള്ള സ്നേഹത്തോടും പറഞ്ഞേ, കർത്താവിനോടുള്ള സ്നേഹത്തോടും വിശ്വാസത്തോടും ഒപ്പം ദൈവകൃപ എന്നിലേക്ക് ചൊരിയുന്നു. അപ്പൊ ദൈവത്തോട് എന്തൊരു ബന്ധമുണ്ടായിട്ടാണ് ഇങ്ങനെ ബാർഗൻ ചെയ്യുക? അമ്മ തന്നെ പോകണം, എൻ്റെ വിസ സ്റ്റാമ്പ് ചെയ്യണം, അതെനിക്കിപ്പോൾ അറിയണം, എനിക്കിവിടെ വെച്ച് അറിയണമെന്ന് പറയും. അപ്പം അറിയണമെന്ന് പറയാൻ വേണ്ടി മാത്രം ഇവർ തമ്മിൽ ആത്മബന്ധമുണ്ട്. ദൈവത്തോടൊരു ബന്ധമെന്ന് പറയണത്, നമ്മൾ എന്തിനാണ് രോഗികളെ പോയി കാണുന്നത്? നമ്മൾ എന്തിനാണ് പാവപ്പെട്ടവർക്ക് നമ്മുടെ നല്ല വസ്ത്രങ്ങളൊക്കെ നമ്മൾ പങ്കുവെക്കണത്? എന്തുകൊണ്ടാണ് സഹായിക്കാൻ പറ്റുന്ന മേഖലയെല്ലാം സഹായിക്കണത്? ഓൺലി വൺ ബേസിസ്. എന്താണ്? ഈ 14:23 യോഹന്നാന്റെ സുവിശേഷം. റീഡ് ഇറ്റ് അഗൈൻ. ശ്രുതികടെ ഹല്ലേലൂയ. യോഹന്നാൻ 14:23 എന്നെ സ്നേഹിക്കുന്നവൻ പറഞ്ഞ എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ വചനം പാലിക്കും. അപ്പോൾ എന്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ അവന്റെ അടുത്ത് വന്ന് അവനിൽ വാസമുറപ്പിക്കുകയും ചെയ്യും. ഇപ്പൊ ഇങ്ങനെ വരുമ്പോഴേ, ഇപ്പോൾ നമ്മൾ ഉടമ്പടി എടുത്ത് ഉടമ്പടിയുടെ സത്യസന്ധത പുലർത്തി ദൈവത്തെ സ്നേഹിച്ചു, ദൈവത്തിന് വേണ്ടി ജീവിച്ചു ഒക്കെ വരുമ്പോഴേ ദൈവം എന്താ? ദൈവത്തിൻ്റെ രീതി എന്താ? ദൈവം വിശ്വസ്തനല്ലേ? നമ്മൾ 7:9 വായിച്ചില്ലേ നിയമാവർത്തനം? എത്ര കാലം കഴിഞ്ഞാലും ദൈവം വചനം പാലിക്കുന്നവരോട് ദൈവം വിശ്വസ്തനായിരിക്കും. അപ്പോൾ ഈ ബേബി കുര്യൻ്റെ വിഷയത്തിൽ നമ്മൾ ഡീൽ ചെയ്തുകൊണ്ടിരിക്കണേ. ഇപ്പോഴേ ബേബി കുര്യൻ്റെ പ്രോബ്ലം എന്താണ്? 1 കോടി 10 ലക്ഷം രൂപ കടവാണ്. കടക്കാരെ കുരളിക്ക് പിടിച്ചിരിക്കുക. കുരളിയൻ തന്നെയല്ലേ നിങ്ങളൊക്കെ പറയണത്? ആലപ്പുഴ ഭാഷയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് വേറെ വല്ലതും അവനോട് വിചാരിക്കുക. അതായത് കഴുത്തിന് പിടിച്ചിരിക്കുക, അനങ്ങാൻ പാടില്ല, ശ്വാസം എടുക്കാൻ പറ്റണില്ല. കടവാണേ, കളിയല്ലേ. കച്ചവടമാണെങ്കിൽ കൂപ്പ് കുത്തിയിരിക്കുകയാണ്, 0 വരുമാനമാണ്. ഒരു മനുഷ്യൻ്റെ അവസ്ഥ നോക്കിയേ. പക്ഷേ വേക്കുര്യൻ കൃത്യമാണ്. രണ്ടാമത് താൻ തന്നെ ഉടമ്പടി എടുത്തിരിക്കുകയാണ്. വൈഫിൻ്റെ ഉടമ്പടിയിൽ തനിക്ക് പങ്കെടുക്കാം, വേണ്ട വിധം പങ്കെടുക്കാൻ പറ്റാത്ത കാരണം പുള്ളിക്കാരൻ ഉടമ്പടി എടുത്തപ്പോഴെന്നാ പറ്റി? സാന്നിധ്യം വരാൻ പറ്റി. സാന്നിധ്യം മുല്ലപ്പൂ മാത്രമല്ലേ. എനിത്തിങ് ക്യാൻ ബി എ മീഡിയം ഓഫ് ദി പ്രസൻസ് ഫോർ ദോസ് ഹു ടേക്ക് കവനന്റ് പ്രയർ. നിങ്ങൾക്ക് ദൈവം ഏതെങ്കിലും വിധത്തിലൊക്കെ, ഇപ്പം നമുക്കറിയാമല്ലോ മർക്കോസിൻ്റെ സുവിശേഷം 16:12 വായിച്ചുള്ളൂ. ശ്രുതികടെ 16:12 മർക്കോസ് സുവിശേഷം. ശ്രുതികടെ മർക്കോസ് 16:12 ഇതിനുശേഷം അവരിൽ 2 പേർ ഗ്രാമത്തിലേക്ക് നടന്നു പോകുമ്പോൾ അവൻ വേറൊരു രൂപത്തിൽ അവർക്ക് പ്രത്യക്ഷപ്പെട്ടു. അപ്പൊ അമ്മ മാതാവ് ഇവിടെ പ്രത്യക്ഷപ്പെട്ട ഈ സിൽവർ ഗ്രേയിലെ അത് വിമല ഹൃദയമാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. സഭയ്ക്ക് അത് വെക്കാനേ നമുക്ക് ഔദ്യോഗികമായിട്ട് അനുവാദമുള്ളൂ. പക്ഷേ അമ്മ ഇങ്ങനെ അല്ലേ പ്രത്യക്ഷപ്പെട്ടെന്നറിയാം. അമ്മ എന്താണ്? സമയഘടികാരം എന്ന് വെച്ചാൽ 10:08 സൂചി കാണിച്ചാണ് പ്രത്യക്ഷപ്പെട്ടത്. അതാണ് അവിടെ ഒരു മോഡൽ വെച്ചിരിക്കുന്നത്. അവിടെ പോയി ഒന്നും പ്രാർത്ഥിക്കരുത് കേട്ടോ. അത് പ്രാർത്ഥിക്കുന്ന സഭയുടെ അനുവാദം വേണം. സഭ അനുവദിച്ച് കഴിയുമ്പോൾ ആൾത്തറയിലേക്ക് അത് മാറ്റും. അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമുക്ക് അനുവദനീയമായ വണക്കമായിട്ട് വെച്ചിരിക്കുന്ന തിരുസ്വരൂപം വിമല ഹൃദയമാണ്. അപ്പോൾ അതുകൊണ്ട് വേറെ മാറ്റങ്ങളൊന്നുമില്ല. സഭയുടെ ഔദ്യോഗിക അംഗീകാരവും മെത്രാനാച്ചം വ്യതിരിച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഞാൻ പറഞ്ഞതിൻ്റെ കാരണം ഇപ്പം എന്താ നമ്മൾ വായിച്ചു കേട്ടത്? എന്താ 6:12 മർക്കോസിൻ്റെ സുവിശേഷം അല്ലേ? എന്താണ് ഈ 16:12 മർക്കോസിൻ്റെ സുവിശേഷം എന്താ പറയണത്?
അവർ ഇതിന് ശേഷം അവർ ഗ്രാമത്തിലേക്ക് പോകുമ്പോൾ എന്ത് പറ്റി? ഈ ഗ്രാമത്തിലേക്ക് പോകുന്ന ആൾക്കാരുടെ അവസ്ഥ അറിയാമല്ലോ. അവർ ലൂക്കാൻ്റെ സുവിശേഷം പറയുന്നുണ്ട് കൃത്യമായിട്ട്, ഇവർ മ്ലാനവദനരായിട്ടാണ് പോണത്. കാര്യം ദുഃഖവെള്ളിയാഴ്ചയും കഴിഞ്ഞ് വലിയ ശനിയാഴ്ച വൈകുന്നേരമായിട്ട് കക്ഷിയുടെ പോണത്. അപ്പോൾ അതിൻ്റെ അവരുടെ മാനസികാവസ്ഥ അറിയാമല്ലോ. ക്ലയോഫസും പാർട്ടിയാണ് ഈ പോണത്. പക്ഷേ ബൈബിൾ എന്താ പറയണത്? പ്രത്യക്ഷപ്പെടേണ്ട വേറൊരു മോഡ് ഓഫ് അപ്പാരിഷനാണ് പറയണത്. 16:12. ഇതിന് ശേഷം അവർ രണ്ടുപേര് ഗ്രാമത്തിലേക്ക് പോവുകയായിരുന്നു. അപ്പോൾ എന്താ സംഭവിച്ചത്? അപ്പോൾ അവൻ വേറൊരു രൂപത്തിൽ. ദാറ്റ് ഇസ് മൈ പോയിന്റ്. ദൈവത്തിൻ്റെ പ്രസൻസ് നിനക്ക് ഏത് രൂപത്തിലും അനുഭവിക്കാൻ പറ്റും. മനസ്സിലായില്ലേ? മുല്ലപ്പൂ പ്രസൻസിൻ്റെ ഒരു അടയാളമാണ്. പലർക്കും അത് ഇപ്പോൾ ഒരു ആയിരക്കണക്കിന് മനുഷ്യർക്ക് ഇപ്പോൾ അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ ബേബി കുര്യൻ അനുഭവം അതല്ല. ബേബി കുര്യന് ദൈവാനുഭവം ഉണ്ടാകണത് പുള്ളിക്കാരൻ ഈ ആരാധന കേട്ടുകൊണ്ടിരിക്കും. ഏത് ആരാധന? ഉടമ്പടി എടുത്തല്ല പുള്ളി. അപ്പോൾ ഉടമ്പടി ആരാധന ഇങ്ങനെ വെളിപാടിങ്ങനെ വന്നുകൊണ്ടിരിക്കുമല്ലോ. ഞാനീ പഠിച്ച കാര്യങ്ങളല്ലല്ലോ നിങ്ങളോട് പറയണത്. ഇവിടെ വെച്ച് ഈശോ ഇത് ലൈൻ ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ടല്ലോ. പലപ്പോഴും ഞാൻ എൻ്റെ ധ്യാന ചിന്തകൾക്കൊപ്പമല്ല ഞാൻ സഞ്ചരിക്കണത്. കർത്താവിനിടയ്ക്ക് കുറേ സമയത്ത് വഴി ഇങ്ങനെ തിരിച്ച് വിടുന്നുണ്ട്. ട്രാഫിക്ക് നല്ല രസമാണ് ഈ ഉടമ്പടി ധ്യാനം. അപ്പോൾ ബേബിക്കുര്യൻ്റെ പ്രശ്നം എന്താണ്? ബേബിക്കുര്യന് ഒരു ഉടമ്പടി ധ്യാനം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഉടമ്പടി എടുത്ത ആൾക്കാരെല്ലാവരും ഉടമ്പടി ധ്യാനം മസ്റ്റായിട്ട് കൂടണം. കാര്യം ഉടമ്പടിയെക്കുറിച്ച് അറിയണതും ദൈവം സംസാരിക്കണതെല്ലാം ഈ ആരാധന സമയത്ത്. ഈ ആരാധന പുള്ളിക്കാരൻ കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ സംസാരത്തിൽ നിന്ന് ഒരു സാക്ഷ്യം ഞാൻ വിചാരണ ചെയ്യണത് അദ്ദേഹം കേട്ട് അദ്ദേഹത്തിന് അതൊരു മറ്റൊരു രൂപത്തിൽ ദൈവത്തിൻ്റെ വെളിപാടായി മാറി. എന്താണ്? ഒരു മകളോട് അവൾ അച്ഛനെ കാണാൻ വന്നപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു, നീ റീ എക്സാം ചെയ്യേണ്ട, റീ വാല്യുവേഷന് കൊടുക്കാൻ പറഞ്ഞു. അതാണ് വിഷയം. അവൾ റീ എക്സാം തോറ്റു വന്നിരിക്കുകയാണ്. തോറ്റു വന്നപ്പോഴും അവൾക്ക് റീ എവാലുവേഷൻ കൊടുത്ത ഒരു സ്കോപ്പില്ല, അതൊക്കറിയാം. അതുകൊണ്ട് രണ്ടാമത്തെ എക്സാമിന് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നപ്പോൾ അവളുടെ കാലിൽ തയ്യാറെടുക്കല്ലേ കൈവച്ച് കഴിഞ്ഞപ്പോൾ കർത്താവ് വയ്ക്കുന്നൊരു നോട്ടാണ് റീവാലുവേറ്റിന് കൊടുക്കാൻ പറഞ്ഞു. അച്ഛാ അത് പരീക്ഷ എഴുതണ്ട, റീവാലുവേഷൻ കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ റീവാലുവേഷൻ കൊടുത്തപ്പോൾ അവർ 20 മാർക്ക് കിട്ടി കൂടുതൽ. അപ്പോൾ അവൾ കവറായി, എക്സാം എഴുതാതെ കഴിഞ്ഞു. ആ സാക്ഷ്യമാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ബേബി കുര്യന് ഇത് ഈ IELTS എഴുതിയ കാര്യമാണ് ഞാൻ പറഞ്ഞെങ്കിലും പുള്ളിക്കാരന് ആ ഒരു മീഡിയത്തിലൂടെ കർത്താവ് വേറെ ഒരു മെസ്സേജ് കൊടുത്ത് വേറൊരു രൂപത്തിൽ പ്രത്യക്ഷപ്പെടുമെന്ന് പറയത്തില്ലേ, അതുപോലെ എന്താ പറഞ്ഞിരിക്കുന്നത്? റീവാലുവേഷൻ കഴിഞ്ഞ പരീക്ഷയുടെ വീണ്ടും ഒരു പരീക്ഷ അതിലേക്ക് പോകുന്നതിന് പകരം പഴയ പരീക്ഷ തന്നെ റീവാലുവേറ്റ് ചെയ്യുക. അപ്പോൾ വേഗം അതിനകത്ത് കിട്ടുന്ന മെസ്സേജ് എന്താണ്? പണ്ട് സ്ഥലം കാണാൻ വന്ന കക്ഷിയില്ലേ, വേണ്ടെന്ന് പറഞ്ഞു പോയവരാ, അവരൊന്ന് വിളിക്കാൻ നോക്കി. അതാണ് വേറൊരു രൂപം. ദൈവം ശ്രദ്ധയോടുകൂടി വേണം ദൈവത്തിന് ഇവിടെ സഞ്ചരിക്കാൻ. എങ്ങനെയും നിന്നെ ഹെൽപ്പ് ചെയ്യും. നീ അറിയണം. നീ ഇങ്ങനെ ചുമ്മാ ഒരു ഇൻഫർമേഷന് പോകേണ്ടി ഇതൊക്കെ കാണുമ്പോഴാണ് പ്രശ്നം വേണ്ടത്. ദൈവത്തിൻ്റെ സാന്നിധ്യത്തെക്കുറിച്ച് നിനക്ക് കൃത്യമായ ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു ബോധത്തിൽ ബേബിക്കുര്യൻ പറഞ്ഞാൽ റീവാലുവേഷന് കൊടുത്തു. അതുപോലെ തന്നെ എൻ്റെ സ്ഥലം നോക്കാൻ പറഞ്ഞ് വേണ്ടെന്ന് പറഞ്ഞൊരു കക്ഷിയുണ്ടല്ലോ, 10 പേരാ മറ്റോ വന്ന് പോയതാണല്ലോ, ഒരാളെ വിളിച്ച് നോക്കുക. അയാൾ വേണ്ടെന്നാണ് പറഞ്ഞത്. എന്നാലും ഒന്ന് റീവാലുവേഷൻ ഇപ്പം അച്ഛൻ പറഞ്ഞല്ല. അപ്പം ഈശോ അയാൾക്ക് കൊടുത്ത വേറൊരു രൂപമാണ്, ദൈവസന്ദേശത്തിൻ്റെ വേറൊരു രൂപം. അയാൾ വേണ്ടെന്നും പറഞ്ഞു പോയ കക്ഷിയെ വീണ്ടും ഇയാളെ കറക്കി മൊബൈലിൽ വിളിക്കും. അപ്പം അയാൾ ചോദിക്കും എന്താ വിളിച്ചതെന്ന് ചോദിക്കും. അപ്പോൾ പറഞ്ഞ് സ്ഥലത്തിൻ്റെ കാര്യം പറയാൻ. ഓ വിറ്റില്ലേ, അത് വിറ്റില്ല ചേട്ടാ, ഞാൻ കടത്തിലാണെന്ന് പറഞ്ഞു. വലിയൊരു സ്ഥലം എടുക്കാൻ പോണവർ നമ്മൾ കടത്തിലാണെന്ന് പറയുക. പിന്നെ ആരും ഇട്ടുപിടിക്കല്ലേ ഉള്ളു. എന്താ ഇപ്പോഴത്തെ പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചു. ചേട്ടാ ഒരു 10 ലക്ഷം രൂപ കിട്ടിയാൽ നിൽക്കാൻ പറ്റുമെന്ന് പറയും. അപ്പോൾ അയാളെടുത്ത് വായിക്കാൻ പറയും, കുഴപ്പമില്ല 2 ദിവസം കഴിയുമ്പോൾ എന്നെ വിളിക്കാൻ പറയും. അപ്പോൾ 2 ദിവസം കഴിയുമ്പോൾ വൈഫും എടുത്തുകൊണ്ട് ഡബിൾ ഉടമ്പടി നിൽക്കുകയല്ലേ. വൈഫിനോട് പറയാം, വൈഫും ഇയാളും വേറെ മാർഗ്ഗമില്ലല്ലോ, ഈ കാശുരം ഞെക്കിപ്പിടിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി കർത്താവിൻ്റെ കയ്യേത് പിടിക്കണ പോലെ അല്ല കാശുരത്തെ പിടിക്കുന്ന ആൾക്കാർ. അതൊരു വിശ്വാസ പ്രമാണമല്ല ആക്ടിവിറ്റി ചെയ്യണത്. നമ്മളെന്താ പറയണത്? ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നതല്ലേ പറയണേ, അല്ലേ? അതിൻ്റെ അകത്ത് ഓരോ വാക്കിനും ഭയങ്കര ഇടിവെട്ട് വിലയണേ. അത് പറഞ്ഞപ്പോൾ ഈ 2 ദിവസം കഴിഞ്ഞപ്പോൾ ഈ മനുഷ്യൻ ഇയാളുടെ വീട്ടിൽ വന്നിട്ട് ഇവരുടെ കടം മുഴുവനും അങ്ങോട്ട് ഇളച്ച് കാശ് കൊടുക്കും.
പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. അതായത് അയാൾ പറഞ്ഞ കഥാശിക്കുന്ന ഞമ്മ ഞെട്ടിപ്പോവും. ഒരു മെസ്സേജ് വന്ന വഴി കണ്ടില്ലേ നിങ്ങൾ? ദ പ്രസൻസ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ സാന്നിധ്യം. ILTSൻ്റെ സാക്ഷ്യം കേട്ടതാണ് വിഷയമേ. അത് വേറൊരു രൂപത്തിൽ ആ മനുഷ്യൻ രക്ഷപ്പെടാനുള്ള മാർഗമായിട്ട് പരിശുദ്ധാത്മാവ് റീമോൾഡ് ചെയ്ത് റൂട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ദൈവത്തെ നിങ്ങളെ എങ്ങനെയും നയിക്കാൻ പറ്റും. ഇപ്പം ബേബി എന്താ ഇത് ആദ്യം ചെയ്യാൻ വരുന്നേ, ചെയ്യത്തില്ല. കാര്യം ഇയാൾ വൈഫിനെ കൊണ്ട് ഉടമ്പടി എടുപ്പിച്ചിട്ട് പുള്ളി പഴയ കലാപരിപാടികൾ നടക്കുകയില്ല ഞാൻ. അപ്പോൾ അതുകൊണ്ട് ദൈവ സാന്നിധ്യം ഉണ്ട്, പക്ഷേ അനുഭവിക്കാൻ പറ്റണില്ല. പക്ഷേ ഇയാൾ സത്യസന്ധമായിട്ട് ദൈവത്തോട് മുട്ടിക്കഴിഞ്ഞപ്പോൾ ദൈവം ആരാണെന്ന് മനസ്സിലാക്കാൻ തുടങ്ങി. റീവാലുവേഷൻ ഒരു മെസ്സേജാണ്. അത് എടുത്തിട്ട് അദ്ദേഹത്തിന് കിട്ടിയ മെസ്സേജ് എന്താണ്? വേണ്ടെന്ന് പറഞ്ഞു പോയ ആൾക്കാരെ തിരിച്ച് വിളിക്കുക. ആ വിളിച്ചാൾ കറക്റ്റായിരുന്നു. അയാൾ വന്നിട്ട് സ്ഥലം എടുത്ത് എഗ്രിമെൻ്റ് ആയി കഴിഞ്ഞപ്പോൾ തന്നെ അയാളുടെ കടങ്ങൾക്കെല്ലാം നിവൃത്തിയാകുന്ന രീതി കാശ് കൊടുത്തു. ഇനി പ്രമാണം ചെയ്താൽ മാത്രം മതി. അപ്പം പ്രമാണത്തുമ്പതിനെ കടം തീർന്നിരിക്കണം. ഇപ്പം ഇത്രയും സ്പീഡായിട്ടാണ് ഇത് വർക്ക് ചെയ്യണത്. അപ്പോൾ എൻ്റെ മക്കളിത് കേൾക്കുമ്പോൾ കുറച്ചുകൂടി സീരിയസ് ആകാനും സിൻസിയറാകാനും പ്രാർത്ഥികർത്താവ് കർത്താവായ ദൈവമേ, ഉടമ്പടിയോട് കൂടുതൽ ഗൗരവത്തോടുകൂടിയും ആത്മാർത്ഥതയോടെയും ഉടമ്പടിയെ സമീപിക്കാൻ എന്നെ ആശീർവദിക്കണം. പിതാവ് ദൈവത്തോട് നിങ്ങളുടെ മേൽ കൈനീട്ടാൻ വേണ്ടി യേശുനാമത്തിൽ പ്രാർത്ഥിക്കുന്ന സമയമാണ്. രോഗമുള്ളിടത്ത് ഈശോയുടെ നാമത്തിൽ കൈകൾ വെച്ച് രോഗത്തെ സൗഖ്യത്തിനായി സമർപ്പിക്കേണ്ടതാണ്. ഇപ്പോഴും ഈശോ കാണിക്കുന്നത് കൈകളുടെ വിരലുകളുടെയൊക്കെ ഇടയിൽ, തുടയുടെ ഇടയിലൊക്കെ ഇങ്ങനെ ശരീരം അഴുകുന്ന വ്യക്തിയെ കർത്താവ് കാണിക്കുന്നുണ്ട്. വ്യക്തികളെ കർത്താവ് സുഖപ്പെടുത്തുന്ന സൂചനയാണ് നമുക്ക് ലഭിക്കുന്നത്. നെറ്റിയിൽ പാണ്ടുള്ളവര്, നെറ്റിയിൽ പാണ്ടാണ് ആദ്യം തുടങ്ങിയത്. മുഴിയുടെ അടിയിൽ വെളുത്ത കളറ്, പിന്നെ നെറ്റിയേറ്റ് പടർന്ന്, പിന്നെ ചിലർക്ക് ചുണ്ടിൽ പാണ്ട്. അവരെല്ലാവരെയും ഇപ്പോഴും ഓൺലൈനിലുള്ളവരും ആ പാണ്ട് സ്ഥലങ്ങളെല്ലാം കൈവച്ചുകൊണ്ട് യേശുനാമത്തിൽ കർത്താവിൻ്റെ രക്തം തളിക്കപ്പെടാൻ വേണ്ടി സ്തുതിക്കട്ടെ. നിന്റെ ഉന്നതമായ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന വിസർപ്പ രോഗികള്, ത്വക്ക് രോഗികള്, അപ്പാ പിതാവേ, നിന്റെ പുത്രൻ യേശുക്രിസ്തു നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന നിന്റെ കൈകൾ അവിടെ മേൽ നീട്ടിക്കൊണ്ട് അവരെ സൗഖ്യപ്പെടുത്തണമേ. ശ്രദ്ധിക്കട്ടെ. വിസർപ്പ രോഗമുള്ളവരെ, വേരിക്കോസിൻ്റെ അസുഖമുള്ളവരെ, വാതരോഗികളെ, മസിൽ ചുരുങ്ങുന്നവരെ, മസിൽ ബലക്ഷയമായിട്ടിരിക്കുന്നവരെ, എപ്പോഴും ഒരുതരം വിഷപ്പൊട്ടിൻ്റെ അലർജികൾ ഉണ്ടാകുന്നവരെ, പൊറുക്കാത്ത വ്രണമുള്ളവര്, കാല് വിണ്ടു കീറുന്നവര്, പലതരത്തിലുള്ള ഇരിച്ചിലും പുകച്ചിലും അനുഭവിക്കുന്നവര്, അവിടെ മേലെല്ലാം കർത്താവിൻ്റെ രക്തം തളിക്കപ്പെടാൻ വേണ്ടി സ്തുതിക്കട്ടെ. നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്ന കർത്താവേ, അപ്പാ പിതാവേ, അങ്ങിപ്പോൾ തന്നെ യേശുക്രിസ്തു നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന അവിടുത്തെ അവകാശമോഹര്യമായ തിരുസഭയിലെ വേദനപ്പെടുന്നവരും കർത്താവിനെ നിന്റെ നാമത്തെ വിളിച്ച് അപേക്ഷിക്കുന്ന എല്ലാത്തരം മക്കളുടെ മേലും ദൈവത്തിന്റെ കാരുണ്യം ചൊരിയട്ടെ. യേശുക്രിസ്തു നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. ചില സ്ഥലങ്ങളിൽ ഇങ്ങനെ ബഡ്ജ് ചെയ്ത് ബലൂൺ ഇങ്ങനെ ഇടക്കൊണ്ട് ഇങ്ങനെ വീർത്തിരിക്കണ പോലെ നമ്മൾ കാണത്തില്ലേ? ചില ബലൂൺ ഇങ്ങനെ പൊട്ടിച്ച് കഴിയുമ്പോൾ ഇടക്കൊണ്ട് വീർത്തിക്കണ പോലെ, അങ്ങനെ ഒരു സന്ദേശമാണുള്ളത്. അപ്പം ഇടകൊണ്ട് വാൽവുകൾ വീർത്തിരിക്കുന്നവരുണ്ട്, സൂക്ഷിച്ചു പോയവരുണ്ട്. ഞരമ്പുകളുടെ കാര്യമാണ് ഈ പറയണത്. അങ്ങനെയുള്ള രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പരിശുദ്ധാത്മാവിൻ്റെ പ്രചേരണയുണ്ട്. നിങ്ങളെ സ്തുതിക്കട്ടെ. കർത്താവേ, നിൻ്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. അപ്പാ പിതാവേ,
അങ്ങേപ്പുത്തന യേശുക്രിസ്തു നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞരമ്പ് സൂക്ഷിച്ചു പോയവരും ചുരുങ്ങിപ്പോയവരും പഠിച്ചു ചെയ്യുന്നവരും വീർത്തു വരുന്നവരും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ ഹല്ലേലൂയ ഹല്ലേലൂയ മഹത്വം മഹത്വം. അവിടെ ചിലപ്പോഴ് വളഞ്ഞിരിക്കുന്നവരെയും അതുപോലെ തന്നെ അവിടെ ഇങ്ങനെ ഉണ്ട ബട്ടൺ പോലെ ഇങ്ങനെ പൊന്തിയിരുന്നിട്ട് അസ്ഥിക്ക് ശോഷണം വരുന്നവരും ഇങ്ങനെ തല കുനിഞ്ഞു പോകുന്നവരെയൊക്കെ കാണിക്കുന്നുണ്ട് ഈശോ. അവരെല്ലാം നടുവെല്ലിനെ മുഴുവൻ ബോട്ടം മുതൽ അതിന് മുകളിൽ ടോപ്പ് മുതൽ ബോട്ടം വരെ നടുവെല്ലിനെ ഒഴിഞ്ഞുകൊണ്ട് ഈശോയുടെ വലതുകരത്താൽ സ്പർശിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവേ അത്ഭുതം പ്രവർത്തിക്കണമേ. അപ്പാ പിതാവേ അങ്ങേ പുത്രന യേശുക്രിസ്തു നാമത്തിലെ നടുവെല്ലിനെ സ്പൈനൽ കോഡിനെ യേശു നാമത്തിൽ സൗഖ്യമാകട്ടെ. അരികിൽ വരണമേ, അരികിൽ വരേണേ, സദയം തൊടേണേ, സുഖമായിടും എൻ്റെ ഉള്ളം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഹൃദയരോഗികള്, വാൽവിന് ചുരുക്കമുള്ളവര്, വാല് ബ്ലോക്കായിരിക്കുന്നവര്, കരള് രോഗികള്, അതുപോലെ തന്നെ മഹോദര രോഗികള്, കരള് വീക്കമുള്ളവര്, കിഡ്നി ചുരുക്കമുള്ളവര്, കിഡ്നിയിൽ കല്ലുള്ളവര്, അണ്ടാശയത്തിൽ ഗർഭാശയത്തിൽ വീക്കമുള്ളവർ, സിസ്റ്റുള്ളവർ, അണ്ടാശയത്തിൽ അതുപോലെ തന്നെ സിസ്റ്റുള്ളവർ, PCOD രോഗികൾ, അവരെല്ലാം സമർപ്പിച്ചുകൊണ്ട് മുഴകൾ, അതുപോലെ തന്നെ സിസ്റ്റുകൾ, അതുപോലെ തന്നെ ബ്ലോക്കുകൾ, ശരീരത്തിലുള്ള കല്ലുകൾ യേശുനാമത്തിൽ മാറിപ്പോകട്ടെ. ശ്രുതികട്ടെ ശ്രുതികട്ടെ ശ്രുതികട്ടെ. സദയം തൊടേണേ, സുഖമായിടും എൻ്റെ ഉള്ളം. അരികിൽ വരേണേ, സദയം തൊടേണേ, സുഖമായിടും എൻ്റെ ഉള്ളം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് മക്കളെ, കൈ പൊക്കാനും പറ്റാത്തവര്, നടക്കാൻ പറ്റാത്തവര്, നടക്കുമ്പോൾ തെന്നുന്നവര്, പൊതുസമൂഹത്തിൽ വന്ന പേടിച്ച് പതച്ചാടി എപ്പിലെപ്സിയെപ്പോലെ, ജന്യരോഗം പോലെ, അപസ്മാരം പോലെ പിടച്ചു തല്ലി വീഴുന്നവര്, അങ്ങനെ ന്യൂറോട്ടിക്കായിട്ട് എല്ലാ മക്കളുടെ പേരും കർത്താവിൻ്റെ രക്തം നിറയട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തെ പ്രാർത്ഥിക്കുന്ന അവരെ ഞരമ്പ് രോഗികളിലെ, മസ്തിഷ്ക രോഗികളിലെ, മനോരോഗികളിലെ, അപസ്മാ രോഗികളെ, എപ്പിലെപ്സി രോഗികളിലെ, ഓട്ടിസം രോഗികളിലെ കർത്താവിൻ്റെ രക്തം നിറയട്ടെ. കർത്താവിൻ്റെ രക്തം നിറയട്ടെ. മാരക രോഗങ്ങളെ യേശു നാമത്തിൽ മാറിപ്പോകട്ടെ. ശ്രുതിക്കട്ടെ. സദയം തൊടേണേ, സുഖമായിടും എൻ്റെ ഉള്ളം. അരികിൽ വരണേ, അരികിൽ വരേണേ, സദയം തൊടേണേ, സുഖമായിടും എൻ്റെ ഉള്ളം. സ്രാവരോഗികൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കാം. അപ്പോൾ ചിലർ അറിയാതെ എപ്പോഴും കണ്ണിൽ നിന്ന് പഴുപ്പോ കണ്ണീരോ അതിന് കട്ടിയുള്ള ജലമൊക്കെ വരത്തില്ലേ. ചിലർക്ക് ചെവിയിൽ നിന്ന് പഴുപ്പും ചോരയൊക്കെ വന്നെ കാണാം. ചിലക്ക് ചെല്ലുമ്പോൾ ഇങ്ങനെ കൺട്രോളില്ലാതെ വായിൽ നിന്ന് തുപ്പൽ വന്നെ കാണാം. ചിലർക്ക് മൂത്രമറിയാതെ പോകുന്നവരുണ്ട്. ബ്ലീഡിങ് വന്നിട്ട് പീരീഡ്സ് കഴിഞ്ഞിട്ട് നിൽക്കാതിരിക്കുന്നവർ 10-12 ദിവസം നീണ്ടു പോകുന്നവരുണ്ട്. ചിലപ്പോൾ വെള്ളപ്പൊക്കിൻ്റെ അസുഖമുള്ളവരുണ്ടാകുന്നു. ചിലപ്പോൾ മലമറിയാതെ പോകുന്നവരുണ്ടാകും. അവരെല്ലാം സ്പർശിക്കാൻ വേണ്ടി സ്തുതിക്കട്ടെ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്ന കർത്താവേ, കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. 36 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ
കൃപാസനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മാധ്യസ്ഥത്തിലെ മാരക രോഗങ്ങൾ, സ്രാവരോഗങ്ങളെ യേശുനാമത്തിൽ ഈ നിമിഷം മാറിപ്പോകട്ടെ. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. മഹത്വം. സദയം തുടരേ സുഖമായി എൻ്റെ ഉള്ളം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അസ്ഥികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അസ്ഥി ഒടിഞ്ഞവരെ, അസ്ഥി കൂടാത്തവരെ, അസ്ഥി ഒടിഞ്ഞതിൻ്റെ പേര്, അപകടത്തിൽപ്പെട്ട് ഒടിഞ്ഞതിൻ്റെ പേരിൽ ബലക്ഷയം അനുഭവിക്കുന്നവരെ, അകത്ത് കമ്പിയിട്ടിരിക്കുന്നവരെ, അസ്ഥി ഉരുക്കമുള്ള രോഗികൾ, അസ്ഥിക്ഷയമുള്ള രോഗികൾ, പല്ലും എല്ലുമൊക്കെ ഒടിഞ്ഞു പോകുന്ന തരത്തിലുള്ള രോഗികൾ, അങ്ങനെയുള്ള ഓരോ രോഗികളുടെ മേലും കർത്താവിൻ്റെ രക്തം തളിക്കപ്പെടാൻ വേണ്ടി സ്തുതിക്കട്ടെ. കർത്താവേ, നിന്റെ വിശുദ്ധമായ രക്തം അസ്ഥികളിൽ തളിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എസെക്കിയേൽ 37 പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ രക്തത്തിലെ അസ്ഥികൾ പുതുതാകുകയും ശക്തിപ്പെടുകയും ചെയ്യട്ടെ. I command you in the name of Jesus Christ to be healed. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം. ആരാധന, ആരാധന. സദയം തുടരേ ആരാധന. സുഖമായി എൻ്റെ ഉള്ളം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മുട്ട നിൽക്കുക. ഇപ്പോൾ നമ്മൾ ജോലിയില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. സാമ്പത്തിക ബാധ്യതയുള്ളവരെ, വിസ പ്രോസസ്സിങ്ങിൽ ബ്ലോക്കായി പോയവരെ, യൂണിവേഴ്സിറ്റി എമൗണ്ട് എല്ലാം സെൻഡ് ചെയ്തു, പക്ഷെ നമുക്ക് വിസ അടിച്ചു വരണില്ല, റിജക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു പല പല കാരണങ്ങളാൽ. ഇതൊരു അഡ്മിഷൻ ആകാത്തവരുണ്ട് വിദ്യാഭ്യാസ മേഖലകളിൽ, ഉപരിവിദ്യാഭ്യാസത്തിനും വിദേശ വിദ്യാഭ്യാസത്തിനുമൊക്കെ അഡ്മിഷൻ ആകാത്തവരെ, ജോലിക്ക് വേണ്ടി വിദേശത്ത് ജോലിക്ക് വേണ്ടി പാസ്പോർട്ടിനും കുഞ്ഞുങ്ങൾക്ക് പാസ്പോർട്ട് കിട്ടാത്തവരുണ്ട്. കുഞ്ഞുങ്ങൾ ഇവിടെ പോയതിൻ്റെ പേരിൽ വളരെ ടെക്നിക്കലായിട്ടുള്ള ഒത്തിരിയേറെ പ്രയാസങ്ങളിൽ മനുഷ്യരെ ജീവിതം മുഴുവനും അതിനുവേണ്ടി ഒഴിഞ്ഞു വെക്കേണ്ടി വരുന്നവർ, കുഞ്ഞിനെ കൊണ്ടുവരാൻ ഇങ്ങോട്ട് അപ്പനെയും അമ്മയ്ക്കും വരാൻ പറ്റണില്ല, അങ്ങോട്ട് കൊണ്ടേ കൊടുക്കണം, അതിന് വിസ കിട്ടണില്ല. ഇങ്ങനെയൊക്കെ വല്ലാത്ത പുതിയ കാലത്തെ പുതിയ ജീവിതത്തിലെ പുതിയ പ്രയാസങ്ങളുമായിട്ട് മനുഷ്യർ വിഷമിക്കുകയാണ്. പലതരത്തിലെ പല ഡേറ്റുകളും ഡീബാറാകാൻ പോകുന്നു, ചില റാങ്ക് ലിസ്റ്റുകൾ ക്യാൻസലാകാൻ പോകുന്നു, അവസാനത്തെ കാത്തിരിപ്പും അസ്തമിച്ചു പോകുന്ന അവസ്ഥകൾ, ചിലപ്പോൾ ഭാഗുടമ്പോൾ ചിലർക്ക് നടക്കണില്ല, ചിലർ മനഃപൂർവ്വം ഒപ്പിട്ട് കൊടുക്കത്തില്ല, നമ്മളെ ഗതി പിടിക്കുമെന്ന് ഓർത്തുകൊണ്ട് മനഃപൂർവ്വം വട്ടം ചവിട്ടി നിൽക്കുന്നവരുണ്ട്. അതുപോലെ തന്നെ ചിലർക്ക് ലോൺ കിട്ടുന്നില്ല, കിട്ടാൻ സാധ്യത ഉണ്ടായിട്ട് പോലും മനഃപൂർവ്വം അത് വെച്ച് താമസിപ്പിക്കുന്ന, ഇങ്ങനെ സാമ്പത്തികമായിട്ടൊരു ഫ്ലോ നടക്കണില്ല, കച്ചവടം പൊട്ടിപ്പോകുന്ന അവസ്ഥകൾ, കടകളിലെ കച്ചവടം ഇല്ലാത്ത അവസ്ഥകൾ, പുതുതായിട്ട് എന്ത് ചെയ്യണം, എങ്ങനെ ജീവിക്കും, എങ്ങനെ മക്കളെ പോറ്റാൻ പറ്റുമെന്ന് അറിയാൻ പാടില്ലാതെ ജപ്തി നടപടിയെ ഭീഷണിയെ നേരിടുന്നവർ, വാടക കെട്ടിടങ്ങൾ വിൽക്കാതെ കിടക്കുന്നവർ, അതുപോലെ തന്നെ കൊടുക്കാതെ വാടക എടുക്കാനില്ലാതെ വെറുതെ ബിൽഡിങ്ങുകൾ കിടന്നിട്ട് ബാങ്കിൽ അതിൻ്റെ ലോൺ കൂടി വരുന്നവർ, ഫ്ലാറ്റ് കിടന്നതിന് ശേഷം വീടുകൾ കിടന്നതിന് ശേഷം വിൽക്കാൻ പറ്റാത്തതിൻ്റെ പേരിൽ ലോൺ കൂടിയിട്ട് അത് മുടക്കുമ്പോൾ കൂടുതൽ കടമായി മാറിയിട്ട് ചത്ത് കളയണ തോന്നുന്ന രീതിയിലുള്ള വളരെ മാനസിക സംഘർഷത്തിൽ കഴിയുന്ന വിഷമങ്ങൾ അനുഭവിക്കുന്നവരുടെ മേലെല്ലാം കർത്താവിൻ്റെ വിടുതൽ ലഭിക്കാൻ വേണ്ടി സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. നിന്റെ ഉന്നതമായ നാമത്തിൽ 36 കൊല്ലം അനുഭവത്തെ കുമാരുടെ യോഗ്യതയാൽ കൃപാസ്ഥാനം ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥത്തിലെ എല്ലാവിധ തടസ്സങ്ങളും യേശുനാമത്തിൽ നീങ്ങിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദി. ജീവിത ദുരിതങ്ങള് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഡൈവേഴ്സ് നടക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട്.
ഡൈവേഴ്സ് നടക്കല്ലേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നവരുണ്ട്. എല്ലാവരുടേതും വേദന തന്നെയാണ്. എല്ലാ മേഖലകളിലും കേസ്, കോടതി കേസ് ആയിരിക്കുന്നവരെ, വിചാരണ കേസ് തുടങ്ങിയിരിക്കുന്നവരെ, ജഡ്ജ്മെൻറ്റ് വരാൻ പോകുന്നവരെ, എന്തൊരു ജഡ്ജ്മെൻ്റ് ആയിരിക്കും എന്നറിയാൻ പാടില്ലാതെ വേദനിക്കുന്നവർ, അതുപോലെ അങ്ങനെയുള്ള എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം. സ്ഥലം വിൽക്കാത്തവർ, അതുപോലെ തന്നെ കൊടുത്ത പണം തിരികെ ലഭിക്കാതെ വലിയ കടത്തിൽ ജീവിക്കുന്നവർ, കള്ളക്കേസ് അകപ്പെട്ടിരിക്കുന്നവർ, അവരുടെ മേലെല്ലാം കർത്താവിൻ്റെ കൃപയും കാരുണ്യം ചെയ്യാൻ വേണ്ടി അമ്മയുടെ മധ്യസ്ഥതയിൽ പ്രാർത്ഥിക്കുന്ന ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം, ആരാധന, ആരാധന. സദയം തുടരേ സുഖമായി എൻ്റെ ഉള്ളം. ചിലർക്കെല്ലാം ഭയങ്കര കൺഫ്യൂഷനാണ്. വയസ്സ് 10, 36, 34, 30 കല്യാണം കഴിക്കണോ, അത് ജോലി കിട്ടിയിട്ട് മതിയോ, ഇങ്ങനെ ജോലി കിട്ടട്ടെ എന്നൊക്കെ പറഞ്ഞിങ്ങനെ കല്യാണം നീട്ടിക്കൊണ്ടുപോയി. അങ്ങനെ അവസാനം ജോലിയുമില്ല, കല്യാണമില്ലാതെ വിഷമിക്കുന്ന ആണുങ്ങളും പെണ്ണുങ്ങളുമുണ്ട്. അവരെല്ലാം കർത്താവേ, ഞാൻ ഈ വർഷങ്ങളെല്ലാം നടത്തിയിട്ടുള്ള ആരാധനകളുടെയും സർവോപരി അൾത്താരയിൽ പ്രത്യക്ഷപ്പെട്ട അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഞാൻ അവരുടെ ഇരുള് മൂടിയ ഇനി ഒരടി എങ്ങനെ മുന്നോട്ട് പോകുന്ന അറിയാൻ പാടില്ലാത്ത തടസ്സപ്പെട്ടിരിക്കുന്ന അവരുടെ ജീവിത ഭാരങ്ങളെ, തടസ്സങ്ങളെ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകാൻ വേണ്ടി, ഈശോയുടെ നാമത്തിൽ വിടുതൽ ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, നാമത്തിൽ നീങ്ങി പോകുവാൻ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, ആരാധന, ഹല്ലേലൂയ. സദയം തുടരേ സുഖമായി എൻ്റെ ഉള്ളം. നടക്കാത്ത പല കാര്യങ്ങളും നടക്കാവുന്നതേ ഉള്ളൂ എന്നാണ് നമ്മൾ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ മനസ്സിലാകുന്നത്. കഴിഞ്ഞ ദിവസം ഒരു സാക്ഷ്യം യൂട്യൂബിൽ കിട്ടിയിട്ടുണ്ട്. നമ്മൾ ആ ചേച്ചി കല്യാണം കഴിച്ച് വന്നതിന് ശേഷം 40 കൊല്ലമായെന്ന് തോന്നുന്നു, ഇന്ന് വരെ മര്യാദക്ക് അവരുടെ വീട്ടിലോട്ട് പോകാൻ പറ്റണില്ല. വഴിയില്ല, അത് തന്നെ പ്രശ്നം. അപ്പോൾ അവർ അമ്മയോട് വന്ന് കണ്ണീരോടെ പറഞ്ഞു, അമ്മയെ വഴിയില്ല, 40 കൊല്ലമായി എൻ്റെ കുഞ്ഞുങ്ങളുടെ കല്യാണത്തിന് പോലും നടക്കാത്തൊരവസ്ഥയാണ്. വഴിയില്ലാത്ത വീട്ടിൽ പെണ്ണ് കൊടുക്കുകയും ചെറുക്കൻ കൊടുക്കുകയില്ല. അതുകൊണ്ട് ഞാൻ വളരെ വേദനിക്കുന്നെന്ന് പറഞ്ഞൊരു ഉടമ്പടി എടുത്തിട്ട് പോയിട്ട് അമ്മയുടെ മാധ്യസ്ഥർ വെഞ്ചരിച്ച ഈശോയുടെ നാമത്തിൽ വെഞ്ചരിച്ച ഉപ്പ് കൊണ്ടുപോയി ആ വഴിയിലിടും. വെറുതെ കണ്ടവൻ്റെ വഴിയാണ്. പക്ഷേ 10 ദിവസത്തിനുള്ളിലാണ് അത് പുറമ്പോക്കായിട്ട് ഗവൺമെൻറ് പ്രഖ്യാപിക്കുന്നത്. എന്നിട്ട് ഇവർക്ക് 12 അടി വഴിയുള്ള വഴി കൊടുക്കും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ആ സാക്ഷിയൊക്കെ നിങ്ങളൊന്ന് കേൾക്കണം. അപ്പോൾ ഞാൻ ഓർക്കുന്നത് 40 വർഷമായിട്ട് അവർ കല്യാണം കഴിച്ച് വന്നിട്ട്, അപ്പോൾ അതൊക്കെ മുമ്പ് ആ വഴിയില്ലാത്തൊരു വീടാണത്. സംബഡി ഷുഡ് ദെയർ ടു അഡ്വക്കേറ്റ്. ദൈവത്തിൻ്റെ മുമ്പിൽ പിടിപാടുള്ള ആരെങ്കിലും ഉണ്ടായാൽ നടക്കാവുന്ന കാര്യങ്ങളേ ഉള്ളല്ല. പ്രൈസ് ദി ലോർഡ്. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. ഹല്ലേലൂയ, സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. ഞങ്ങളുടെ ജീവിത പ്രതിസന്ധികളിൽ വിശ്വാസം പ്രഖ്യാപിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ കൃപ നൽകണമേ. ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ. അരികിൽ വരണമേ. സദയം തുടരേ സുഖമായി എൻ്റെ ഉള്ളം. മക്കളില്ലാത്തവരെ, ഞാൻ ഈ മക്കളില്ലാത്തവരുടെ ശരിക്കും വേദന അനുഭവിക്കുന്ന ഒരാളാണ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നിങ്ങൾക്ക് മക്കളുള്ളവർക്ക് അതിൻ്റെ വേദന മനസ്സിലാവത്തില്ല. ഏറ്റവും കൂടെ പ്രയാസപ്പെടുന്നത് ഈ മക്കളില്ലാത്ത ചേച്ചിമാരാണ്. ശരിക്കും അവരുടെയൊക്കെ വേദന പറയാൻ പോലും പറ്റത്തില്ല. നിങ്ങളോർക്കോ എന്നാ മക്കളില്ല, ഇല്ലാത്തതിലേ ഉള്ളതെന്ന് പറഞ്ഞ് നിങ്ങൾ പറയും. പക്ഷേ അങ്ങനെയല്ല പ്രശ്നം. അവർ ചാകാൻ വരെ തയ്യാറാണ് ഒരു കുഞ്ഞിനെ കിട്ടാൻ വേണ്ടി. അത്രയുടെ ഒരു ഇമോഷണൽ സെറ്റപ്പ് അതാണ്. അപ്പം ഞാൻ അവരെയൊക്കെ ശരിക്കും കുറേ നേരം പ്രാർത്ഥിക്കും അവരെ. കാര്യം കർത്താവ് കണ്ണ് തോന്നുകയുള്ളൂ, അങ്ങനെ ഒരു വചനയില്ലേ 43, കർത്താവേ അങ്ങേക്ക് ഞങ്ങളുടെ മേൽ കരുണ തോന്നുന്നത് വരെ എന്നും പറഞ്ഞ് സങ്കീർത്തനം പറയും.
ആ കരുണ തോന്നുവോളും ഞങ്ങളുടെ കണ്ണുകൾ നിൻ്റെ മുമ്പിലേക്ക് ഇങ്ങനെ ഊന്നിക്കൊണ്ടിരിക്കുമെന്ന്. എൻ്റെ മക്കളെ സങ്കീർത്തനത്തിൽ ആ ദൈവാനുഭവം ഭയങ്കരമാണ്. അത് നിങ്ങളൊന്ന് അനുവർത്തിക്കണം, നല്ലതാണ്. എനിക്ക് തോന്നുന്നു 143:2 സങ്കീർത്തനം. 123 സങ്കീർത്തനം 2-ാം തിരുവചനം വായിച്ചുള്ളൂ. ദാസന്മാരുടെ കണ്ണുകൾ എന്ന് പറഞ്ഞു. ദാസന്മാരുടെ കണ്ണുകൾ ദാസന്മാരുടെ കണ്ണുകൾ യജമാനന്റെ കയ്യിലേക്കെന്ന പോലെ ദാസിയുടെ കണ്ണുകൾ സ്വാമിനിയുടെ കയ്യിലേക്കെന്ന പോലെ ഞങ്ങളുടെ ദൈവമായ കർത്താവിന് ഞങ്ങളോട് കരുണ തോന്നുവോളം ഞങ്ങളുടെ കണ്ണുകൾ അങ്ങേ നോക്കി പാർത്തിരിക്കുന്നു. ഇതാണ് എൻ്റെ ഒരു മെക്കാനിസം എന്ന് പറയുന്നത്. ഇതാണ് രീതി. കർത്താവിന് കരുണ തോന്നുവോളും കർത്താവിനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കും, വാക്കിലും പ്രവൃത്തിയിലും വിചാരങ്ങളിലും. അതുകൊണ്ട് ഞാൻ മക്കളോട് പറഞ്ഞു, മക്കളെ ഇതൊന്നും പ്രശ്നമില്ല. അമ്മ ഈശോ ഒരു വാഗ്ദാനം നമുക്ക് തന്നിട്ടുണ്ട്, ഈ കല്ലിൽ നിന്ന് എബ്രാഹത്തിൻ്റെ സന്തതികളെ ജനിപ്പിക്കുമെന്ന്. ഞാനിങ്ങനെ ഇവിടം വരെ വന്നത് എങ്ങനെയാണെന്നറിയാമോ? ഈ വചനം ഞാൻ അതുപോലെ വിശ്വസിക്കും. ഞാൻ അതിൻ്റെ അലങ്കാരപ്പണിയായിട്ട് കാണിക്കത്തില്ല. അങ്ങനെ അത് സിംബോളിക്കാണ്, അത് ടെക്സ്റ്റൽ ക്രിറ്റിസിസം, ഫോം ക്രിറ്റിസിസം, ഹെർമനോട്ടിക്സ് എന്നൊക്കെ പറഞ്ഞ് സെമിനാരി കുറേ സാങ്കേതിക വ്യാഖ്യാനം, ഈ സാധനം ഒന്നും ഞാൻ അപ്ലൈ ചെയ്യത്തില്ല. ഞാൻ പറയും എൻ്റെ കർത്താവ് പറഞ്ഞതാണ്, അത് ഞാൻ അതുപോലെ വിശ്വസിക്കും. നിങ്ങൾ പല വചനങ്ങളും ജീവിതബന്ധിയായ വചനങ്ങൾ, ജീവിതത്തോട് ഘടിപ്പിക്കപ്പെട്ട വചനങ്ങളുണ്ട്. അതിൻ്റെ മക്കൾ അതുപോലെ അങ്ങ് വിശ്വസിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പോൾ എന്താ പ്രശ്നം? കർത്താവ് പറഞ്ഞാൽ ഈ കല്ലിൽ നിന്ന് എബ്രാഹം സന്തതി ജനിപ്പിക്കുമെന്നല്ലേ 3:9. ശ്രുതികടെ യോഹന്നാന്റെ സുവിശേഷം അല്ലേ, മത്തായി 3:9 വായിച്ച ശ്രുതികടെ. മത്തായി 3:9 ഞങ്ങൾക്ക് പിതാവായി അബ്രഹാമുണ്ടെന്ന് പറഞ്ഞ് അഭിമാനിക്കേണ്ട, ഈ കല്ലുകളിൽ നിന്ന് അബ്രാഹത്തിന് സന്താനങ്ങളെ പുറപ്പെടുവിക്കുവാൻ ദൈവത്തിന് കഴിയുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ദമ്പതികളെ പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ അവർക്ക് കുഞ്ഞുങ്ങളെ നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ചില വചനങ്ങൾ അഭിഷേകമായി എരന്ന് വാങ്ങിക്കണം ദൈവത്തിലേക്ക് എന്ന്. ചില നടക്കാത്ത കാര്യങ്ങളില്ലേ, അതിൻ്റെ ഒരു വചനമാണിത്. ഇപ്പം നിന്നോട് പറയും, നിനക്ക് സിൽ പോയിൻറ്റ്സ് ഇല്ല, നിൻ്റെ മൂത്ത മകളുടെ ലോൺ ഇതുവരെ അടച്ചിട്ടില്ല, തിരിച്ചടച്ചിട്ടില്ല, അതുകൊണ്ട് ഇളയ മകൾക്ക് ലോൺ തരികയില്ല, സിൽ പോയിൻറ്റ്സ് ഇല്ലെന്ന് പറഞ്ഞ് ബാങ്കുകാരെ നിന്നെ തള്ളിവിടും. അപ്പോൾ നീ പറയണം, ഈ കല്ലിൽ നിന്ന് എബ്രാഹം സന്തതികൾ ജനിപ്പിക്കാൻ എൻ്റെ ദൈവത്തിന് കഴിയുമെന്ന്. ശ്രുതികട്ടെ. നിങ്ങൾ ഉടമ്പടി കണ്ടിട്ടില്ലേ? 24 കൊല്ലമായിട്ട്. കഴിഞ്ഞ ദിവസം ഒരു സാക്ഷ്യം ഉണ്ടായി. PCOD ആണ് മുഴുവൻ, ഇങ്ങനെ കുരുമുളക് പോലെ ഗർഭാശയം മുഴുവൻ, അണ്ടാശയം മുഴുവൻ കുരുക്കളാണ്. PCOD ആണ്. അത് കളയാനും പറ്റത്തില്ല, മരുന്ന് കഴിച്ചിട്ട് പോണുമില്ല. പിന്നെ എന്താ, പിന്നെ 16 കൊല്ലമായിട്ട് മക്കളില്ലാതെ ഇങ്ങനെ ജീവിക്കുകയാണ്. പക്ഷെ ഉടമ്പടി എടുത്തപ്പോൾ ഇരട്ട പ്രസവിച്ച്. നിങ്ങളെ ഈ ആൾക്കാർ പറഞ്ഞത് കേട്ടെന്ന് എനിക്ക് ഞെട്ടിപ്പോകും നമ്മൾ. കാര്യം എന്താണ്? ദൈവം വാക്ക് പാലിച്ചുകൊണ്ടിരിക്കുകയാണ്. 3:9 ഈ കല്ലിൽ നിന്ന്, എന്ത് PCOD ആയാലും ഈ കല്ലിൽ നിന്ന് പറഞ്ഞേ, ഈ കല്ലിൽ നിന്ന് എബ്രാഹത്തിന് സന്തതികളെ ജനിപ്പിക്കുവാൻ എന്റെ ദൈവത്തിന് കഴിയും. കണ്ണുകളടച്ച കൈകൾക്ക് കർത്താവ് പറഞ്ഞ ഒരു വാഗ്ദാനമാണ്. അവർ കണ്ണുനീരോടെയാണ് വരുന്നത്, ഞാൻ അവരെ ആശ്വസിപ്പിച്ച് നയിക്കാം. കർത്താവിൻ്റെ ആശ്വാസത്തിൻ്റെ തീരത്ത് അമ്മ മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട് ഒരു വലിയ ഈശ്വര സന്നിധാനത്തിലാണ് നീ നിൽക്കുന്നത്. കർത്താവെ, അഡ്രസ്സ് ചെയ്യപ്പെടാത്ത, രജിസ്റ്റർ ചെയ്യപ്പെടാത്ത അനേകം കാര്യങ്ങളുണ്ട്. ദൈവമേ, അൾത്താരയിൽ നോക്കി കണ്ണുനീരോടെ എൻ്റെ കാര്യം പറഞ്ഞില്ലല്ലോ കർത്താവെ അച്ഛൻ എന്ന് പറഞ്ഞ് വേദനിക്കുന്നവരുണ്ട്. ഇപ്പോൾ പറയുമെന്ന് വിചാരിച്ച് പ്രതീക്ഷിക്കുന്നവരുണ്ട്. അവിടെ കാര്യം എല്ലാ കണ്ണുനീരും നീ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിവാഹം ഒത്തുവരാത്തവർ,
പലതരത്തിലുള്ള വസ്തുവകകൾ വിറ്റുമാറാത്തവർ, കുടുംബത്തിൽ സമാധാനം ഇല്ലാത്തവർ, മക്കൾ അന്യമായ വിശ്വാസരാഹിത്യത്തിലുള്ള ബന്ധങ്ങളിലും വിശ്വാസത്തിൽ നിരക്കാത്ത ബന്ധങ്ങളിൽ ചെന്ന് കുടുങ്ങിപ്പോയവർ എല്ലാവരെയും ഈ സമയത്ത് ഓർത്ത് പ്രാർത്ഥിക്കുന്ന ഈശോയെ. പലതരത്തിലുള്ള ദുശ്ശീലങ്ങൾക്ക് അകപ്പെട്ടവർ, പലതരത്തിലുള്ള ലഹരികൾക്ക് അകപ്പെട്ടിരിക്കുന്നവർ, തെറ്റായ ബന്ധങ്ങളിൽ ചെന്ന് ചാടിയിരിക്കുന്നവർ, ചിലക്കൊക്കെ പുരയുടെ നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി പണയത്തിന് പകരം പുരയിടം എഴുതി കൊടുത്തിട്ട് അവർ പലിശ കൂടി ഇപ്പോഴും ഇറങ്ങിക്കൊടുക്കാൻ വേണ്ടി പറയുന്ന അവസ്ഥകൾ എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കരുണ നിന്നേക്ക് ആവശ്യിക്കട്ടെ, ദൈവത്തിൻ്റെ കരുണ നിന്നേക്ക് ആവശ്യിക്കട്ടെ. ദൈവത്തിൻ്റെ നിൻ്റെ എല്ലാ പാശങ്ങളും എല്ലാ കെട്ടുകളും യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ. കർത്താവേ, കിടപ്പ് രോഗികള് നിന്റെ നാമത്തിൽ എഴുന്നേറ്റ് മാറ്. കർത്താവേ, സൗഖ്യമാകട്ടെ. കർത്താവ്, കിടപ്പ് രോഗികളെ അടിപ്പിടർ പോലെ വൈശാഖം പോലെ നിന്റെ നാമത്തിൽ എഴുന്നേക്കട്ടെ. ശ്രുതിയുടെ ഹല്ലേലൂയ. കർത്താവേ, കിടപ്പ് രോഗികളെ അത്ഭുതകരമായി നിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കട്ടെ. ശ്രുതിയുടെ